അപ്പൊ ഇന്ന് നമ്മള് പറയുന്നത് ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു എന്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ഒരു അത്യാവശ്യം ആളുകൾക്കൊക്കെ കുറച്ചൊരു റഫ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതിന് മുന്നുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച്. അപ്പോ 2025 നമ്മൾ വിചാരിച്ച കുറച്ച് ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് അച്ചീവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആക്ച്വലി ഈ ഒരു സെഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ അപ്പൊ നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് പോവാണെങ്കിൽ അതായിരിക്കും നല്ലത്, ഇങ്ങനെ ഒരു വൺ മാൻ ഷോനേക്കാളും നല്ലത്. അപ്പൊ എന്തിനാണ് ലൈഫിൽ ഗോൾസ് ഉണ്ടാവേണ്ടത്? ജസ്റ്റ് അങ്ങനെ നമുക്ക് സംസാരിച്ച് പോയല്ലായിരിക്കും നല്ലത്. ഗോൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഗ്രോത്തിന് വേണ്ടി. ഗ്രോത്ത് ഉണ്ടാവില്ല. ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി. പിന്നെയോ? ലൈഫ് കുറച്ചുകൂടെ അടിപൊളിയാവാൻ. ലൈഫ് കുറച്ചുകൂടി അടിപൊളിയാണ്. ഓക്കെ, ഇതൊക്കെ ഓക്കെയാണ്. ഇപ്പൊ നമുക്ക് നമ്മളെല്ലാവരും പല പല കാര്യങ്ങൾ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെ? അപ്പോ ഇപ്പൊ എല്ലാം നമുക്ക് കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും ലൈഫ്? ഇപ്പൊ ഞാൻ വിചാരിച്ച എല്ലാ കാര്യവും കിട്ടുകയാണെങ്കിൽ ലൈഫ് എങ്ങനെ ഇരിക്കും? എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് നമുക്ക് എന്തിനാണ് ഗോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ ലൈഫില് എല്ലാം ഉള്ള, ഇപ്പൊ ചില ആൾക്കാരില്ലോ കുറെ പൈസ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാനായിട്ട് എനിക്ക് അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ ഒരാളായിരുന്നു ഞാനെങ്കിൽ എന്ത് സുഖമായിരുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം, ഇപ്പൊ വീട് വേണ്ടവരുണ്ടാവും, കാറ് വേണ്ടവരുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും വേണ്ടവരൊക്കെ ഉണ്ടാവും അല്ലെ? ഈ ഉള്ളവരാണ് നമ്മളെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. ഇല്ല ഉണ്ടെങ്കിൽ ഹാപ്പി ആയിരിക്കോ? എന്താ എല്ലാം ഉണ്ടെങ്കിൽ ഹാപ്പി ആയിരിക്കോ? ഹാപ്പി ആവുന്നാണോ പറയുന്നത്? ബോറടിക്കും. അത് ലൈഫ് ഭയങ്കര ബോറടി ആയിരിക്കും. ഇപ്പൊ നമുക്ക് എല്ലാം ഉണ്ട്, ഒന്നും നേടാനൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ബോറായിരിക്കും ലൈഫ്. നമുക്ക് ജീവിതത്തില് എപ്പോഴൊക്കെ ഓർക്കാറില്ല എന്തായിരിക്കും നമുക്ക് ഇങ്ങനെ കുറെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടേണ്ട കാര്യമൊക്കെ വരാൻ എന്തായിരിക്കും കാരണം എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കില്ലേ? അതിന്റെ പിന്നിലുള്ള റീസൺ ഇതാണ്. അത് നമുക്ക് ജീവിക്കാൻ ഒരു പ്രേരണ വേണ്ടേ? മുന്നോട്ട് നമുക്ക് നമ്മുടെ ലൈഫ് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണം, നേടാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താ രസമുള്ള, നമുക്ക് വിചാരിച്ച എല്ലാ സാധനങ്ങളും മേടിക്കാനുള്ള കാശുണ്ട്, വലിയ വീടുണ്ട്, അങ്ങനെ നല്ല റിലേഷൻഷിപ്പ്, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടല്ലോ കുറെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അതുകൊണ്ട് ഡിപ്രഷൻ വരാം അല്ലെ? കുറെ നാൾ ഒന്നും ചെയ്യാനില്ലാതെ അല്ലെങ്കിൽ ഒന്നും നേടാനില്ലാതെ എപ്പോഴും ഹാപ്പിനെസ് കിട്ടി എപ്പോഴും ഒരു ന്യൂട്രൽ സ്റ്റേറ്റിൽ മാത്രം നമ്മുടെ വണ്ടി ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കുറെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തിനാ ഞാൻ ജീവിക്കണം, എന്ത് നേടാനാ ജീവിക്കണം എന്നുള്ളൊരു അവസ്ഥ വരും. ഇപ്പൊ കുറെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ജസ്റ്റ് ഓർത്താൽ മതി, ഇതെല്ലാം നമുക്ക് ഹാപ്പിനെസ്സിലേക്കുള്ള വഴി തന്നെയാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് ഈ ഇപ്പൊ ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാവുകയും പിന്നെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുമല്ലോ. അപ്പൊ അതിനൊരു അങ്ങനെ ഒരു ത്വര നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഇങ്ങനെ അച്ചീവ് ചെയ്യണം, അതിന്റെ ഹാപ്പിനെസ്, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോ ഉള്ള പല പ്രശ്നങ്ങളും അതുകൊണ്ടാണ്, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഇല്ലാത്തതും എന്തുകൊണ്ടാ? ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ലൈഫ് നമ്മൾ വിചാരിക്കും പോലെ ഇത് കിട്ടിയാൽ നമുക്കിപ്പോ തോന്നും ഇപ്പൊ ഒരു വീട് വെച്ചാൽ അതിന്റെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. ഇല്ല, വീട് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ കുറച്ച് 2-3 ദിവസം ആ പുതുമയും കൊണ്ട് ഒരു സന്തോഷം ഉണ്ടാവും, അത് കഴിയുമ്പോ സന്തോഷം തീർന്നു. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് വിചാരിച്ചാൽ മതി, ഇതെല്ലാം അതായത് ഇത് കിട്ടുമ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്കിപ്പോ ഉള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടണം അല്ലെ? നമുക്ക് നേടിയാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആ ഒരു ഹാപ്പിനെസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നേടാൻ വേണ്ടിയിട്ടാണ്, എന്തിനാണ് നമുക്കൊരു ഗോൾ, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ഒരു ഗോൾ? അതായത് ഒരു ലക്ഷ്യം, ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടാവുക.
ഈ സ്ട്രേഞ്ചർ സീക്രട്ട് ഒക്കെ ഡെയിലി കേൾക്കുന്നവരൊക്കെ കേട്ടിട്ടുണ്ട്. അതില് ഒരു കപ്പലിന്റെ ഒരു കഥ, ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഒരു കപ്പല് കപ്പിത്താനും ഒക്കെ ഉള്ള നല്ലൊരു ക്രൂ ഉണ്ട്. അവർക്ക് ഇന്ന സ്ഥലത്ത് എത്തണം എന്നുള്ള ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തോടെ പോകുന്ന കപ്പലും ആരും ഇല്ലാതെ വെറുതെ ഒരു കപ്പല് നമ്മൾ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ആ കാറ്റിന്റെ ദിശയിലോ ആ ഓളത്തിന്റെ ദിശയിലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി എവിടെയെങ്കിലൊക്കെ കൂട്ടിയിടിച്ച് എവിടെയെങ്കിലൊക്കെ എത്തും അല്ലെ. അപ്പൊ നേരെ മറിച്ച് നമ്മൾ ഒരു കപ്പല് വളരെ വ്യക്തമായ ലക്ഷ്യത്തോടെ പോകുന്ന ഒരു കപ്പലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അത് എത്ര പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടാണെങ്കിലും എവിടെ എത്തും? അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായിട്ട് എത്തും. അപ്പോ ഗോൾ ഉള്ളവനും ഗോൾ ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഇതുപോലെയാണ്. അതായത് ഒരു കപ്പലില് ആരും ഇല്ലാതെ വെറുതെ ഒഴുകി ഒഴുകി ആ ഒരു താളത്തിനും ഓളത്തിനും കാലാവസ്ഥക്കും അനുസരിച്ച് പോകുന്ന പോലെയാണ് ലക്ഷ്യമില്ലാത്ത ഒരാള്. നേരെ മറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരാൾ എങ്ങനെയാണ്? വ്യക്തമായിട്ട് എവിടെ എത്തണ്ടേ എന്ന് തീരുമാനിക്കുന്ന ഒരു കപ്പിത്താന്റെ പോലെയാണ്. അപ്പോ ലക്ഷ്യം ഉണ്ടാവുക എന്നുള്ളത് അത്രയും പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്തുകൊണ്ടാ? എവിടെയാണ് എത്തേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞാൽ മാത്രമാണ് അത് യൂണിവേഴ്സിന് അല്ലെങ്കിൽ നമുക്ക് തരാൻ പറ്റുള്ളൂ. നമ്മൾക്ക് ചോദിക്കാൻ അറിയണ്ടേ എനിക്ക് ഇന്നതാ വേണ്ടതെന്നുള്ളത്. നമ്മൾ എന്ത് കാര്യങ്ങളും എന്താണ് നമുക്ക് കൃത്യമായിട്ട് അറിയണം എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. ആ എന്താണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കപ്പെട്ടാൽ മാത്രമാണ് നമുക്കത് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ പറയും എനിക്ക് അതൊന്നും എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല, ചില കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. കാരണം നമുക്ക് വ്യക്തതയില്ല എന്താ നമുക്ക് വേണ്ടത് എന്നുള്ളത് വ്യക്തതയില്ല. കാരണം നമ്മളിപ്പോ പറയാ എന്തായിരിക്കും? എനിക്കൊരു നല്ല ജോലി വേണം. എന്ത് ജോലിയാണെന്നുള്ളത് നമുക്കറിയില്ല. എനിക്ക് കുറെ ശമ്പളം, കുറെ പൈസ വേണം. എത്ര പൈസ വേണം എന്നുള്ളത് നമുക്കറിയില്ല. അല്ലെങ്കിൽ എനിക്ക് ഒരു വീട് വേണം. എങ്ങനത്തെ വീട്, എത്ര റൂമുകളുള്ള വീട്, എത്ര നിലയുള്ള വീട്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തില്ല, നമുക്ക് വ്യക്തതയില്ല. ഇങ്ങനെ നമ്മളുടെ ഗോൾ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യം വേണം. വെറുതെ ഒരു കുറെ പൈസ വേണം, ഒരു കാറ് വേണം, അങ്ങനെയല്ല. നമ്മളുടെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യം വേണം. ആ ലക്ഷ്യം വ്യക്തമായാലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല. കേൾക്കാത്തവരുണ്ടോ? കേട്ടിട്ടില്ല എന്നാണോ? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല? ഓക്കെ. ഇങ്ങനെ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിരന്തരമായിട്ട് നമ്മൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? അത് അതെ, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? അത്രയൊക്കെ കേട്ടിട്ടുണ്ടാവും എന്തായാലും. ആ ഒരു ലോന്നൊന്നും കേട്ടിട്ടുണ്ടാവൂല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും കേട്ടിട്ടുണ്ട്. നമ്മൾ നിരന്തരമായിട്ട് എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ യൂനിസാറിന്റെ ക്ലാസ്സിൽ കയറിയിട്ടുള്ളവരാണെങ്കിൽ സാറ് പറഞ്ഞു കേട്ടിട്ടില്ലേ? സാറ് വെള്ള കാറ് വാങ്ങാനിരുന്ന സമയത്ത് സാറ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സാറ് ഉദ്ദേശിച്ച ആ കാറ് വെള്ള നിറത്തിലുള്ള കാറ് തന്നെ എപ്പോഴും കണ്ടോണ്ടിരുന്നു എന്ന് പറഞ്ഞു അല്ലെ? അതുപോലെ സാറ് അത് കഴിഞ്ഞപ്പോ സാറിന് തോന്നി വേണ്ട, വെള്ള അത്ര സുഖമല്ലല്ലോ, ചുവന്ന കളർ വാങ്ങാന്ന് വെച്ചല്ലേ, റെഡ് ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ സാറ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ കണ്ടത് മുഴുവൻ റെഡ് കാറാണെന്ന് പറഞ്ഞു. എന്തായിരിക്കും അതിന്റെ കാരണം? നമ്മൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത്, നമ്മളെല്ലാവർക്കും കണക്ട് ചെയ്തിട്ടുള്ള ഒരു എനർജി ഉണ്ട്, നമ്മുടെ ചിന്തകൾക്ക് വരെ എനർജി ഉണ്ട്. അപ്പൊ നമ്മൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് കേട്ടോ. അതാണ് ആകർഷണ നിയമം. നമ്മൾ ഗുരുത്വാകർഷണ നിയമം എന്നൊക്കെ പറയുന്ന പോലെ ഗുരുത്വാകർഷണ നിയമത്തിൽ നമുക്കറിയാം എന്തൊരു ഒബ്ജക്റ്റ് നമ്മൾ എങ്ങനെ ഇട്ടാലും എന്താണ് നിലത്തേക്കാ വീഴുക അല്ലെ? ഭൂമി അതിനെ അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ അതിപ്പോ എങ്ങനെ എന്ത് വന്നാലും എത്ര കാലം ആ നിയമത്തിൽ ഒരു മാറ്റമില്ല അല്ലെ? അതുപോലുള്ള ഒരു നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. എപ്പോ എന്ത് നമ്മൾ ചിന്തിക്കുന്നോ അല്ലെങ്കിൽ എന്തിലേക്ക് നമ്മളുടെ എനർജി നമ്മൾ കൊടുക്കുന്നോ അതെന്ത് ചെയ്യുന്നു? നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു. അത് എന്തോ ആവട്ടെ, നല്ലതാവട്ടെ ചീത്തയാവട്ടെ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ നെഗറ്റീവ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യപ്പെടും. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? ആ പോസിറ്റീവ് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പോ ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഗ്രാവിറ്റിയുടെ ലോ ഉണ്ടല്ലോ, ഭൂഗുരുത്വാകർഷണ ബലം, അതുപോലെ തന്നെ ആ ലോ പോലെ തന്നെ ഒരിക്കലും ഫെയിൽ ആവാത്ത ഒരു ലോയാണ്
ലോ ഓഫ് അട്രാക്ഷൻ. അപ്പൊ ഇത് പറഞ്ഞ എന്തിനാ, നമുക്ക് കൃത്യമായിട്ടുള്ള ഗോളുകൾ, വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്നതാണ് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുകയും അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുകയും അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യാം. അപ്പോ ശരിക്കും എന്താ വേണ്ടേ, വ്യക്തമായിട്ടുള്ള ഒരു ഗോൾ വേണം. അപ്പൊ നമ്മൾ വ്യക്തമായിട്ടുള്ള ഗോളിന് സാധാരണ പറയും സ്മാർട്ട് ആയിട്ടുള്ള ഗോൾ വേണം എന്ന് പറയും. വെറുതെ ഒരു ഗോളല്ല, പലതരത്തിലും നമുക്ക് ഗോൾസ് ഉണ്ടാവാം. പക്ഷെ അതിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ട ഗോളുകൾ എന്ന് പറയുന്നത് സ്മാർട്ട് ആയിട്ടുള്ള ഗോളുകളായിരിക്കണം. അപ്പൊ ഈ സ്മാർട്ട് എന്താ, സ്മാർട്ട് ആയിട്ടുള്ള ഗോൾ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ ആയിരിക്കണം, ദെൻ മെഷറബിൾ ആയിരിക്കണം നമ്മുടെ ഗോൾ, അച്ചീവബിൾ ആയിരിക്കണം, ദെൻ റിലേറ്റബിൾ അല്ലെങ്കിൽ റിലേബിൾ ആയിരിക്കണം, അതുപോലെ ടൈം ബൗണ്ട് ആയിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ള ഇത് ഓരോന്ന് എന്താന്നുള്ളത് പറയാം. ഇങ്ങനത്തെ ആയിരിക്കണം എന്ത്, നമ്മളുടെ ലക്ഷ്യങ്ങൾ. അപ്പോ എന്താണ് ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമാണ് സ്പെസിഫിക് എന്ന് പറഞ്ഞ, അതായത് എനിക്ക് എന്ത് വേണം, എനിക്ക് BMW കാറ് തന്നെ വേണം. BMW കാർ എനിക്ക് അതിന്റെ കളർ വൈറ്റ് ഉണ്ടാവും എന്ന് ഓർത്തിട്ടാട്ടോ ഞാൻ പറയുന്നത്, ബ്ലാക്ക്. ഓക്കെ, ബ്ലാക്ക് BMW കാറ് തന്നെ വേണം. അപ്പൊ എന്താണ് എനിക്ക് വേണ്ടത്, അത് വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പൈസ വേണം. ഇപ്പൊ യൂനിസാർ എന്ന് പറഞ്ഞു, സാറ് അട്രാക്ട് ചെയ്ത സമയത്ത് മന്ത്ലി 5 ലക്ഷം രൂപ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ സാറിന് 5 ലക്ഷം, അപ്പൊ നമുക്ക് അത്രയും അറിഞ്ഞിരിക്കണം. പിന്നെ ഈ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളത് അന്നേരം അത് ചിന്തിക്കേണ്ട, അത് നമുക്ക് പിന്നീട് പറയാം എങ്ങനെയാണ് എന്താന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആയിരിക്കണം. എന്താണ് വേണ്ടതെന്ന് കൃത്യമായിരിക്കണം. എന്താണ് വേണ്ടതെന്ന് ഒരാളോട് എനിക്ക് പോകേണ്ടത് മൂന്നാർ ആണെങ്കിൽ എനിക്ക് മൂന്നാർ പോകണം എന്നുള്ളത് ഞാൻ ഒരു ടാക്സിയിൽ കയറിയിരുന്ന പറഞ്ഞാൽ അയാൾ എന്നെ മൂന്നാർ കൊണ്ടുപോകും. മനസ്സിൽ മൂന്നാറാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഞാൻ എങ്ങോട്ട് പോകും, അയാൾക്ക് വല്ലതും മനസ്സിലാവും. അതുപോലെയാണ് യൂണിവേഴ്സിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. എന്റെ ലക്ഷ്യം ഇതാണ്, എനിക്ക് പോകേണ്ടത്, എന്റെ ആഗ്രഹം, എന്റെ ലക്ഷ്യം ഇതെല്ലാം എന്താണ്, ഒരേ ഡയറക്ഷനിൽ ഇതാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യണം, സ്പെസിഫിക് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുള്ളൂ. അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യൂല. ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണോ എന്നെ കൊണ്ട് ഒന്നിനും വയ്യ, അല്ലെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റൂല, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, ഞാൻ ചെയ്ത ഒന്നും ശരിയാവില്ല. കഴിഞ്ഞ ദിവസം കൗൺസിലിങ്ങിന് വന്ന ഒരു കുട്ടി പറഞ്ഞ കാര്യമാണ്, ഞാൻ എല്ലാത്തിലും എന്റെ നമ്പർ വരുമ്പോ എനിക്ക് ഫെയിലിയർ ആണ് മാം. അതായത് എല്ലാ എൻട്രൻസിനൊക്കെ എല്ലാവരും അപ്ലൈ ചെയ്യും, ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ പ്രശ്നം വരും. പ്ലേസ്മെന്റിന് വരുമ്പോ എന്റെ റെസ്യൂം മാത്രം കാണാതെയാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ മാത്രം അൺലക്കിയാണ്. അത് അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ ഉറപ്പായിട്ടും അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ. ഞാൻ അൺലക്കിയാണ്, എനിക്ക് മാത്രം പ്രശ്നമാണ്, എനിക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് പ്രോബ്ലംസ് ഉണ്ട്, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും സംഭവിക്കില്ല. ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ചിന്തകളും നമ്മുടെ ലക്ഷ്യങ്ങളും എല്ലാം എന്തായിരിക്കണം, ഒരേ രീതിയിൽ അലൈൻ ചെയ്ത് വന്നാൽ മാത്രമാണ് അത് കറക്റ്റ് ആയിട്ടുള്ള. അപ്പൊ ആദ്യം വേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുക, എന്താ എനിക്ക് വേണ്ടേ. നമ്മളോട് തന്നെ ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നമ്മളോട് തന്നെ ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഫോണും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് നമ്മളോട് തന്നെ ചോദിക്കുക, എന്താ ആക്ച്വലി എനിക്ക് വേണ്ടേ, എന്ത് കിട്ടുമ്പോഴാണ് എന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് എവിടെയാ, എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, എന്താ എന്റെ ലക്ഷ്യം, അതെന്ത് ചെയ്യാ, നമ്മള് സ്പെസിഫിക് ആയിട്ട് എഴുതി വെക്കുക. എഴുതി വെക്കാത്ത ഒന്നും നടക്കൂല എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അത് സ്ക്രിപ്റ്റ് ചെയ്യണം, നമ്മൾ എഴുതണം. എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പൊ തൽക്കാലം എഴുതണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം ഉണ്ടാവുക, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷ്യം ഉണ്ടാവുക എന്നുള്ളത് മനസ്സിൽ വിചാരിക്കുക. അപ്പൊ അതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, മെഷറബിൾ ആയിരിക്കണം. മെഷർ ചെയ്യാൻ പറ്റണം. ഇപ്പൊ നമ്മള് ഒരു വലിയ ലക്ഷ്യമൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇപ്പൊ PSC ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ CA അങ്ങനെ വലിയ ലോങ് ടേമിലുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം എന്താ പറ്റുക. നമ്മൾ ആദ്യമേ ഈ തവണത്ത് നമ്മൾ മേടിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി കുറെ ബുക്കുകളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് പഠിക്കാൻ അങ്ങോട്ട് തുടങ്ങും. ഒന്ന് ദിവസം കഴിഞ്ഞു, 2 ദിവസം ആവേശം അങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കുക. 1 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഒന്ന് തണുത്ത്, പിന്നെ നമുക്ക്
ഒരു 10 മിനിറ്റ് ഒക്കെ വേണമെങ്കിൽ ടി വി മൊബൈലൊക്കെ നോക്കാമെന്നായി. പിന്നെ പിന്നെ പതുക്കെ പതുക്കെ അടുത്ത മാസം അതിന്റെ പിന്നത്തെ മാസം ഒക്കെ ആവുമ്പോ ഈ മുന്നുണ്ടായിരുന്ന ആവേശം തീർന്നു. പിന്നെ അതായത് PSC എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ട് 6 മാസം കഴിഞ്ഞായിരിക്കും പരീക്ഷ ഉണ്ടാവുക. 6 മാസം കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോഴായിരിക്കാം ലിസ്റ്റ് വരാം. തീർന്നു. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ പഠിക്കാൻ തുടങ്ങി പകുതി എത്തുമ്പോഴത്തേക്കും പാതി വഴിയിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇത് നിർത്തും. എന്തുകൊണ്ടാണ്? നമുക്കൊരു മോട്ടിവേഷൻ ഇല്ല അല്ലെ? ഇടയ്ക്ക് ഒരു മോട്ടിവേഷൻ ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്കൊരു പഠിക്കണമെന്നൊക്കെ ഉണ്ട് മാം, പക്ഷെ പകുതി എത്തുമ്പോ ഞാൻ നല്ല ആവേശത്തിലാ തുടങ്ങിയത്, പക്ഷെ പകുതി എത്തിയപ്പോ എനിക്ക് ആ മോട്ടിവേഷൻ കിട്ടണില്ല എന്ന് പറയും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ മോട്ടിവേഷൻ കിട്ടാത്തത്? അപ്പൊ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന തരത്തിലുള്ള ഗോളും ഉണ്ട്, അത് കുറച്ച് ലോങ് ടേം ഗോളും ഉണ്ട്, ഷോർട്ട് ടേം ഗോളും ഉണ്ട്. അതായത് പെട്ടെന്ന് നടക്കുന്ന ചില ലക്ഷ്യങ്ങളും ഉണ്ട്, കുറച്ച് സമയം എടുത്ത് നടക്കുന്ന ലക്ഷ്യങ്ങളും ഉണ്ട്. അപ്പൊ ഈ ലോങ് ടേമിലെ ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ചിലപ്പോൾ ഷോർട്ട് ടേം ഗോൾസ് മിക്കവരും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ചില ആൾക്കാർ പറയില്ല, അപ്പൊ 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യം നേടാം എന്നൊക്കെ, അത് ചിലപ്പോൾ കുറച്ചൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷെ കുറച്ച് ലോങ് ടേമിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും നടക്കാതിരിക്കുക. പിന്നെ നമുക്കും ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിരിക്കും ഇഷ്ടം. നിങ്ങൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മുടെ ഒരു ട്രെൻഡ് ആലോചിച്ചാൽ മതി. നമ്മൾ എങ്ങനെ നോക്കണേ? ഒരു ദിവസം കൊണ്ട് 10 കിലോ കുറയുന്ന പറഞ്ഞാൽ അതായിരിക്കും നമ്മൾ ചെയ്യാം അല്ലെ? അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് 10 കിലോ കുറയും, അതിലോട്ടായിരിക്കും നമ്മുടെ ഫോക്കസ് അല്ലെ? ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ഇത്ര കിലോ കുറയുന്ന ഒരാളും ആ ഭാഗത്തേക്ക്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ യൂട്യൂബേഴ്സിന്റെ, ഞാനൊരു യൂട്യൂബർ അതുകൊണ്ട് എനിക്കറിയാം, തമ്പനയിൽ നോക്കി അറിയാം എന്താണ് ഇത് ചെയ്ത ഇപ്പൊ തന്നെ റിസൾട്ട് എന്ന് അല്ലെ? അല്ലെങ്കിൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 20 കിലോ കുറയുന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ചെയ്തിരിക്കും. എന്താ നമുക്കൊക്കെ വേണ്ടത്? എന്താ? പെട്ടെന്നുള്ള റിസൾട്ടാ. അപ്പൊ നമ്മളെല്ലാം ചെയ്യുന്നതും സെറ്റ് ചെയ്യുന്നതൊക്കെ എന്താ? ഷോർട്ട് ടേം ഗോളുകളാണ്. അപ്പൊ നമുക്ക് ഈ ഫോണിലൊക്കെ തോന്നുന്നു, നിങ്ങൾ പറയാ വലിയ വലിയ യൂട്യൂബ് വീഡിയോസ് നിങ്ങളൊക്കെ കാണാറുണ്ടോ? ഇല്ല, കാണൂല. എന്താ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം? ഷോർട്സ് ആയിരിക്കും, ഇൻസ്റ്റാഗ്രാം ആയിരിക്കും. ഇപ്പൊ യൂട്യൂബിലെ വലിയ വലിയ വീഡിയോസ് ഒന്നും ആരും കാണില്ല. എല്ലാവർക്കും ഇഷ്ടം ഇൻസ്റ്റയിലെ റീൽസ് കാണാനാണ്. കാരണം ചെറിയ ചെറിയ ഒരു 1-2 മിനിറ്റിന്റെ കാര്യമുള്ളൂ, പെട്ടെന്ന് തന്നെ കാണാം, അപ്പൊ തന്നെ ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ എന്നാ പറയാ അതിന്. അതായത് പെട്ടെന്ന് നമുക്കൊരു സന്തോഷം കിട്ടും. പിള്ളേരൊക്കെ ഫോണിൽ കുത്തിരിക്കുന്നതിന്റെ കാര്യം ഇതൊക്കെ തന്നെ. അവര് നോക്കിക്കാൻ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ തോണ്ടി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശ്രദ്ധ കുറവൊക്കെ വരാനുള്ളതിന്റെ കാര്യം. അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമുക്കിപ്പോ അറ്റൻഷൻ, പിള്ളേർക്ക് ശ്രദ്ധ കുറവൊക്കെ ഉണ്ടെന്ന് മിക്കവരും പറയാറില്ല. അപ്പൊ അതിന്റെയൊക്കെ പിന്നിലുള്ള കാരണം ഈ ഫോണിൽ നമ്മൾ ഇങ്ങനെ എപ്പോഴും ക്യുക്കായിട്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കില്ലേ, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ഹാപ്പിനെസ് കിട്ടും. അതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പൊ അതുപോലെ ഷോർട്ട് ടേം കാര്യങ്ങൾ ചെയ്യാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ലോങ് ടേമിൽ ഗോൾ സെറ്റ് ചെയ്യണം. അപ്പൊ ഒരു CA പോലുള്ള ഒരു എക്സാം, അല്ലെങ്കിൽ ഇപ്പോ PSC പോലുള്ള എക്സാം, IAS പോലുള്ള അങ്ങനെ സിവിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, അങ്ങനെയുള്ള എക്സാമുകളൊക്കെ ലോങ് ടേം ഗോളുകളാണ്. അപ്പൊ അത് അച്ചീവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? ആ ഗോള് ഇപ്പൊ നമുക്ക് ഒരു വലിയ ഗോളാണ്, ഒരു വലിയ ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതിനെ കുഞ്ഞു ലക്ഷ്യങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് ചെറിയ ചെറിയ മൈൽ സ്റ്റോൺസ് ആക്കി മാറ്റുക. ഇപ്പൊ നിങ്ങൾ വെയിറ്റ് ലോസ് ആണ് ചെയ്യുന്നത്, അതായിരിക്കും ഏറ്റവും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. വെയിറ്റ് ലോസ് ആണ്. ഇപ്പൊ എനിക്ക് 92 കിലോ ഉണ്ടെന്ന് വിചാരിക്കുക, എനിക്ക് ആക്കേണ്ടത് 50 കിലോയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് ആദ്യം ഞാൻ എന്ത് ചെയ്യണം? ഇപ്പൊ 1 മാസം കൊണ്ട് എനിക്ക് 2 കിലോ കുറയ്ക്കണം. എന്നിട്ട് ഞാൻ 1 മാസം കഴിഞ്ഞ് നോക്കോ 2 കിലോ കുറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത മാസം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ആ വലിയ ഗോളിനെ കുഞ്ഞു ലക്ഷ്യങ്ങളാക്കി മാറ്റുക. അതായത് വലിയ ഗോളിന് മൈക്രോ ഗോൾസ് ആക്കി സെറ്റ് ചെയ്യുക. ഇപ്പൊ PSC എക്സാമിന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 2 ചാപ്റ്റർ, ഒരു ദിവസം ഇത്ര ചാപ്റ്റർ, അടുത്ത ദിവസം ഇത്ര ചാപ്റ്റർ. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ വലിയ ലക്ഷ്യത്തിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ മാസം എത്ര വരണം, നമ്മൾ എത്ര അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? മുറിച്ച് കുഞ്ഞു ഗോളാക്കാം. നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് ഈ 2025 കഴിയുമ്പോൾ ഇത്ര ലക്ഷം രൂപ, 10 ലക്ഷം രൂപയാണ് വേണ്ടതെങ്കിൽ ഓരോ മാസം എത്ര പൈസ നേടണം എന്നുള്ളത് എന്ത് ചെയ്യുക? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ 1 മാസം കഴിയുമ്പോൾ ഞാൻ ഇവിടെ എത്ര എനിക്ക് നേടി എന്നുള്ളത് നമ്മൾ നോക്കാം. ഓക്കെ, ഇവിടെ എത്തിയോ? ഞാൻ വിചാരിച്ച ഇത്ര പെർസെന്റേജിൽ എത്തിയോ? ഇല്ല, എത്തിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ ആലോചിക്കുക. അപ്പൊ ഒരു വലിയ ലക്ഷ്യത്തിന് എന്ത് ചെയ്യുക? കുഞ്ഞു ലക്ഷ്യങ്ങളാക്കി സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് അറിയോ? 1 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ 2 കിലോ കുറയ്ക്കേണ്ട ആള് 1 കിലോ എങ്കിലും കുറച്ച്, അടിപൊളി. എന്താ 10 കിലോ ആയിരുന്നു എനിക്ക് കുറയ്ക്കേണ്ട, പക്ഷെ 1 കിലോ കുറഞ്ഞല്ലോ 1 മാസം കൊണ്ട്. എങ്കിലും അപ്പൊ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ നേടിയല്ലോ. അപ്പൊ വ്യത്യാസം ആ വെയിങ് മെഷീനിൽ കയറുന്നപ്പോ വ്യത്യാസം കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും?
എന്നാ ഇനി ഒന്നും കൂടി ശ്രമിച്ചു നോക്കാം, ഒരു മാസം കൂടി നോക്കാം, അപ്പൊ എത്ര ഇതിലും കൂടുതൽ ഒന്നും കൂടി നോക്കി അടുത്ത മാസം ഒന്നും കൂടെ ശ്രമിച്ചു നോക്കാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, നമുക്ക് ഒരു മോട്ടിവേഷൻ കിട്ടും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മളെ ഇടയ്ക്ക് വെച്ച് വീണു പോകും, അല്ല ഇടയ്ക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവും, വേണ്ട ശരിയാവൂല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഗോള് എത്തുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക്. അതാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. സ്മാർട്ട് ആയിരിക്കണം, സ്മാർട്ട് ഗോളില് സ്പെസിഫിക് ആയിരിക്കണം. സെക്കൻഡ് വൺ മെഷർ ചെയ്യണം. അപ്പൊ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഓരോ ദിവസവും ചെല്ലുന്തോറും എത്തുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ കുഞ്ഞു കുഞ്ഞ് മൈൽ സ്റ്റോൺസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വലിയ ഗോളിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ കുഞ്ഞു ഗോൾസ് ആക്കി മാറ്റാം. അച്ചീവബിൾ ആയിരിക്കണം. ഓക്കെ, അച്ചീവബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ചോദിക്കാണ്, ഒരു അടുത്ത മാസം ഞാൻ പ്രധാനമന്ത്രി ആവുമെന്ന് പറഞ്ഞാൽ നടക്കോ? സ്മാർട്ട് എന്നുള്ളതിലുള്ള ഓരോരോ ലെറ്റേഴ്സ് ആണോ മിസ് പറയണ? അതെ, സ്മാർട്ട് ഗോളിന്റെ ഓരോ ഡെഫിനിഷൻ ആട്ടോ പറഞ്ഞത്. സ്പെസിഫിക് രണ്ടാമത്താണ് പറഞ്ഞ മെഷറബിൾ. ഇപ്പൊ പറയാൻ പോകുന്നത് അച്ചീവബിൾ. അപ്പൊ ഈ സ്മാർട്ട് ചേർന്നതാണ് ഒരു ഗോൾ എന്നുള്ളത് അല്ലേ? ഒരു ഗോൾ എപ്പോഴും നമുക്ക് സ്മാർട്ട് ആയിരിക്കണം എന്നാ പറയാ. സ്മാർട്ട് ഗോൾ, വെറുതെ ഗോൾസ് സെറ്റ് ചെയ്താൽ പോരാ, ഗോൾ എപ്പോഴും സ്മാർട്ട് ആയിരിക്കണം. അതിന്റെ ഓരോ ഡെഫിനേഷൻ ആണ് ഇപ്പൊ പറയുന്നത്. ഫസ്റ്റ് കൃത്യമായിട്ടുള്ള ഗോൾ ആയിരിക്കണം. രണ്ടാമത്തത് ആ ഗോളിനെ നമുക്ക് മെഷർ ചെയ്തിട്ട് നമ്മൾ എവിടെ എത്തി എന്നുള്ളത് അറിയാൻ പറ്റണം. അതാണ് രണ്ടാമത്തത്. സ്പെസിഫൈഡ് ഇനി മൂന്നാമത്തതാണ് സ്പെസിഫിക്. സ്പെസിഫിക് ആണ് പറഞ്ഞ കൃത്യമായിട്ടുള്ള ലക്ഷ്യമായിരിക്കണം എന്ന് പറഞ്ഞു. അതല്ല കൃത്യ ടൈം അല്ല അല്ലേ? അല്ലല്ല, ടൈം വരും, ഇത് ടൈം അല്ല, കൃത്യമായിട്ടുള്ള ലക്ഷ്യമായിരിക്കണം. നമ്മള് കറക്റ്റ് എഴുതണം, ഇന്നതാണ് എനിക്ക് വേണ്ടത്. ഒരു കാറാണെങ്കിൽ അതിന്റെ കളറ്, മോഡല്, അങ്ങനെ എല്ലാം കൃത്യമായിരിക്കണം. ഒരു വീടാണെങ്കിൽ ഇത്ര നിലയുള്ള വീട്, ഇത്ര റൂമുള്ള വീട്, ഇന്ന കാര്യങ്ങളുള്ള വീട്, അങ്ങനെ അത്രയും സ്പെസിഫിക് ആയിരിക്കണം. മനസ്സിലായോ? ക്ലിയർ. ഓക്കെ. ഇനി അടുത്തത് അച്ചീവബിൾ ആയിരിക്കണം. അതായത് അച്ചീവബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നേടാൻ ലോജിക്കലി നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ, ചിന്തിച്ച് എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നടക്കണ ഒരു സാഹചര്യം. ഞാനിപ്പോ ഇവിടെ നിന്നുകൊണ്ട് നാളെ എനിക്ക് അല്ലെങ്കിൽ ജൂൺ 1 എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവണം എന്ന് പറഞ്ഞാൽ നടക്കോ? ഇല്ല, നടക്കൂല, ഒരിക്കലും നടക്കൂല. ഞാൻ അമേരിക്ക കണ്ടിട്ട് പോലും ഇല്ല, പിന്നെ അവിടുത്തെ പൊളിറ്റിക്സ് എന്താന്ന് പോലും എനിക്കറിയില്ല, ഞാൻ അവിടെ പോയി ഒന്നും ചെയ്തിട്ടില്ല. അല്ലാതെ ഇപ്പൊ ഇന്ത്യയിലെ പോലെ എനിക്ക് അടുത്ത മാസം ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെന്ന് പറഞ്ഞാൽ നടക്കൂല, അല്ലെ? അപ്പൊ ചിലത് നമ്മൾ ലോജിക്കലി ചിന്തിക്കണം. നമ്മൾ ഗോള് സെറ്റ് ചെയ്യുന്ന സമയത്ത് അച്ചീവബിൾ ആയിരിക്കണം. നമുക്ക് നേടാം. ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ SSLCക്ക് പഠിക്കുന്ന ഒരു കുട്ടി എനിക്ക് ഫസ്റ്റ് റാങ്ക് മേടിക്കുന്നത്, ഇപ്പൊ ആ കുട്ടി ആവറേജ് ആയിട്ടുള്ള കുട്ടിയാണ്. പക്ഷെ അവൻ ഫസ്റ്റ് റാങ്ക് മേടിക്കുന്നത് അത് അവന് നടക്കും. അവൻ നന്നായി അധ്വാനിച്ചാൽ നടക്കും. അതായത് മറ്റുള്ളവർ പറയുന്ന അച്ചീവബിൾ അല്ല. പകരം ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പറയാണ് എനിക്ക് അടുത്ത കൊല്ലം CA-കാരനാണെന്ന് പറഞ്ഞാൽ അത് നടക്കൂല. അങ്ങനെ ലോജിക്കലി കണക്ട് ചെയ്യുമ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അച്ചീവബിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ലോജിക്കലി നമ്മളെ കൊണ്ട് പറ്റുന്നതായിരിക്കണം. എല്ലാം പറ്റില്ല എന്നല്ല. അമേരിക്കൻ പ്രസിഡന്റ് ആവണമെങ്കിൽ പറ്റായികയൊന്നുമില്ല. പക്ഷെ ഒരു മാസം കൊണ്ട് ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത, അമേരിക്ക കാണാത്ത ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. നേരെ മറിച്ച് അവിടെ ജനിച്ച് വളർന്ന ഒരാള്, ആ പൊളിറ്റിക്സ് ആയിട്ട് പരിചയമുള്ള ആൾ, അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരാൾക്ക് തീർച്ചയായിട്ടും പറ്റും, അല്ലെ? അപ്പൊ അത് പറ്റും. പക്ഷെ നമുക്ക് ഒരു ലോജിക്കും ഇല്ല, ഭയങ്കര ഡിസ്കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നടക്കൂലെന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ എല്ലാം നടക്കാവുന്ന കാര്യങ്ങളെ ഈ ഭൂമിയിലുള്ളൂ. ഓക്കെ, നമ്മൾ പ്രവർത്തിച്ചാൽ നടക്കാത്ത, അല്ലെങ്കിൽ ആഗ്രഹിച്ചാൽ ചിന്തിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ ഈ ടൈം ബീങ് ഇത്ര ദിവസത്തിനുള്ളിൽ നടക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് ലോജിക്കലി അറിയാം ഇത് നടക്കില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കരുത്. അതായത് എന്തെങ്കിലും ഒരു ബ്ലണ്ടർ അല്ല ഗോൾ എപ്പോഴും വളരെ കൃത്യമായി, വളരെ നമ്മളെ പറ്റുന്നതായിരിക്കണമെങ്കിൽ, നമ്മളെ കൊണ്ട് പറ്റാൻ വിദൂരത്തെങ്കിലും ഒരു സാധ്യതയുള്ള ഒരു കാര്യമായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അത് എഴുതി വെച്ചിട്ട്
നമ്മൾ ഒന്നും ആയില്ല, ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് വല്ല കാര്യം. ഞാൻ ജൂൺ 1 ആകുമ്പോഴത്തേക്കും അമേരിക്കൻ പ്രസിഡന്റ് ആവുന്ന എഴുതി വെച്ചിട്ട് ഞാൻ രാത്രി വിഷ്വലൈസേഷൻ ചെയ്തു, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി, എല്ലാം എഴുതി, ഞാനവിടെ ഒരു കാര്യമില്ല. അത് നടക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് നേടാൻ പറ്റുന്ന, നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന, പ്രവൃത്തിയും കൂടി ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷനും ലോ ഓഫ് അസംഷനും ലോ ഓഫ് ആക്ഷനും ഉണ്ട്. നമുക്ക് പ്രവർത്തിക്കാനും കൂടെ പറ്റണം. ഇതെല്ലാം കൂടെ, ഇത് മൂന്നും കൂടെ അലൈൻ ചെയ്യുമ്പോഴാണ് ഒരു കാര്യം മാനിഫെസ്റ്റ് ആവുന്നത്. അപ്പോ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളതും കൂടെ നോക്കണം. പിന്നെ റിലയബിൾ ആയിട്ടുള്ള ഒരു ഗോളും കൂടി ആയിരിക്കണം. അതായത് 6 കേട്ടോ പറയുന്നത്. അല്ലെങ്കിൽ റിലേറ്റബിൾ അല്ലെങ്കിൽ റിലയബിൾ ആയിരിക്കണം. അതായത് എന്റെ വിശ്വാസങ്ങളും എന്റെ പ്രവൃത്തിയും എന്റെ ഗോളിനോട് ചേർന്നതും കൂടി ആയിരിക്കണം. ഓക്കെ, അതായത് ഏറ്റവും റിലേറ്റ് പറ്റുന്ന ഒരു കാര്യം. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, ഞാൻ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ PSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുവാണ്, അല്ലെങ്കിൽ അപ്പൊ ഞാൻ PSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഗോളും PSCയുടെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തുക എന്നുള്ളതാണ്. അപ്പൊ എന്റെ ഗോളും എന്റെ പ്രവൃത്തികളും എന്റെ ആശയങ്ങളും എന്റെ ആഗ്രഹങ്ങളും തമ്മിൽ എന്ത് വേണം? ബന്ധം ഉണ്ടായിരിക്കണം. അല്ലാതെ ഞാൻ ഈ ഡയറക്ഷനിൽ തുഴഞ്ഞ് എനിക്ക് ആ ഡയറക്ഷനിൽ എത്താൻ പറഞ്ഞാൽ നടക്കോ? ഒരിക്കലും നടക്കൂല. ഇപ്പോ കഴിഞ്ഞൊരു ദിവസം ഒരു യൂട്യൂബില് വീഡിയോ ചെയ്തപ്പോ അതിൽ താഴെ വന്ന കമന്റ് ആണ്, മകന് എഞ്ചിനീയറിംഗിന്റെ എക്സാമിന് പാസ്സാവണം, എല്ലാ സബ്ജക്ട്സിനും പാസ്സാവണം, അവന് ഇപ്പൊ സപ്ലിമെന്ററി ഉണ്ട്, അതിന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്താൽ മതിയോ എന്ന് ഒരു അമ്മയുടെ കൺസേൺ ആണിത്, ചോദിക്കുവാണ്. പക്ഷെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം മോനെ പഠിക്കുന്ന പറയാന്നുള്ളതാണ്. അല്ലെങ്കിൽ മോനെ പഠിക്കാനുള്ള സാഹചര്യങ്ങള്, പുസ്തകങ്ങള് ഒരുക്കി കൊടുക്കുക. ഇനി അമ്മ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രേ പറ്റുള്ളൂ. പഠിക്കുക എന്നുള്ളത് ആർക്കേ ചെയ്യാൻ പറ്റുള്ളൂ? ആ കുട്ടിക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ആ കുട്ടി എഞ്ചിനീയർ ആവണ്ട, എനിക്ക് ഡോക്ടർ ആയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഫോട്ടോഗ്രാഫർ ആയാൽ മതി, ആർട്ടിസ്റ്റ്, എന്തെങ്കിലും വേറൊരു ലക്ഷ്യം കണ്ട് പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഈ ഗോളും ആ കുട്ടിയും തമ്മിൽ ഒരു ബന്ധമില്ല. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഗോളും ഈ കുട്ടിയും തമ്മിൽ ഒരു ബന്ധമില്ല. അങ്ങനെ റിലേറ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യില്ല, അത് നടക്കില്ല. കുഞ്ഞ് വിചാരിച്ച് കുട്ടി ആക്ഷൻ എടുക്കണം, എങ്കിൽ മാത്രമേ ബാക്കിയെല്ലാം വിഷ്വലൈസേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ നടക്കും. എല്ലാം അട്രാക്ട് ചെയ്യും. കുട്ടി എന്ന് ചിന്തിച്ചു തുടങ്ങുന്നോ അന്നേ അത് കറക്റ്റ് ആയിട്ട് നടക്കുള്ളൂ. ആ കുട്ടി ആലോചിക്കണം എനിക്ക് ഇന്നത് വേണം. അപ്പൊ ആ കുട്ടിയുടെ മുമ്പിൽ പല പല സാഹചര്യങ്ങൾ അട്രാക്ട് ചെയ്ത് വരും. കുട്ടി ആക്ഷൻ എടുക്കണം. ഞാൻ ഇന്നത് പഠിക്കാൻ തുടങ്ങാം, അല്ലെങ്കിൽ എനിക്ക് ഇത് വേണം, അല്ലെങ്കിൽ ഈ പേപ്പർ എനിക്ക് ക്ലിയർ ചെയ്യണം, അത് ആ കുട്ടിക്ക് പറ്റും, തീർച്ചയായിട്ടും പറ്റും. ആ കുട്ടി ആക്ഷൻ എടുക്കുമ്പോ അത് വരും. അപ്പൊ അട്രാക്ട് ചെയ്യാൻ പറ്റും, അസ്യൂം ചെയ്യാൻ പറ്റും. ആ കുട്ടിക്ക് സാഹചര്യങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ കുട്ടി ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യങ്ങൾ ആ കുട്ടിയിലേക്ക് തുറന്നു വരും. ഓക്കെ, അപ്പൊ എന്തായിരിക്കണം? നമ്മൾ പറയുന്ന കാര്യവും ചെയ്യുന്ന കാര്യവും തമ്മിലൊരു റിലേഷൻ വേണം, റിലേറ്റബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോ എന്താണോ നമ്മുടെ ആഗ്രഹം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ച് ഒരു അലൈൻമെന്റ് വേണം എന്നുള്ളതാണ് റിലേറ്റബിൾ ഉണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്തത്, സ്മാർട്ടിലെ ടൈം ബൗണ്ടഡ്. എന്തായിരിക്കണം? ടൈം വേണം. നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ അച്ചീവ് ചെയ്താൽ മതിയോ? നമ്മൾ എന്തിനാ 2025 ഗോൾ സെറ്റ് ചെയ്യാൻ എന്തിനായിരിക്കും? എന്ന് നടക്കണം? നമുക്ക് 2030 നടന്നാ മതിയോ? അല്ല, 25ന്റെ ഉള്ളില് ഉറങ്ങാണോ എല്ലാവരും? അപ്പൊ ഈ ലോങ് ടേം എന്ന് പറയുമ്പോ 25 എന്നുള്ള തന്നെ 25 എന്നുള്ളതല്ല. ഇപ്പൊ 26 ചിലപ്പോ ഉണ്ടാവുക. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും എന്നുള്ളതല്ല. ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നത് 2025 എങ്ങനെ ഗോളുകൾ സെറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലല്ലേ? അല്ലെ? നമുക്ക് നടക്കേണ്ട ഒരു ഡേറ്റ് അത് നമുക്ക് വേണം. ഏത് ഡേറ്റില് ഏത് സമയത്ത് എപ്പോ നടക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എഴുതണം. ഞാനിപ്പോ ചെയ്യുന്ന ഒരു കാര്യം എന്തെങ്കിലും നടന്നാ മതി, എനിക്കൊരു വീട് വേണം, ഞാനൊരു വീട് വേണം എന്ന് എഴുതുമ്പോ ആ വീട് എനിക്ക് എന്ന് വേണം? എന്തെങ്കിലും മതിയോ? ഇല്ല. നമുക്കിപ്പോ എനിക്ക് ഇത്രയും കടമുണ്ട്, ഈ കടം ഇന്ന സമയത്ത് തീരണം. എന്ന് തീരണം എന്നുള്ളത് എന്ത് വേണം? നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം. ഇല്ലെങ്കിൽ അത് ഒരിക്കലും നമുക്ക് അതിങ്ങനെ എന്നാണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ എന്താ? നമ്മൾ ആ ലക്ഷ്യത്തിന് വേണ്ടി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് വർഷങ്ങളോളം ഇരിക്കണോ? അതോ അതായത് ഇത്ര ഗോളുകൾ എഴുതുന്ന സമയത്ത് നമ്മൾ തീരുമാനിക്കേണ്ടത് ഇന്ന സമയത്ത് ഇന്ന ഡേറ്റിനുള്ളിൽ എനിക്കിത് വേണം, ഇത് അച്ചീവ് വേണം. അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ എഴുതണം. ഇപ്പൊ 2026 വേണ്ടിയിട്ട് ഇപ്പൊ എഴുതണേന് കുഴപ്പമില്ല. 2026 എന്ന്
2026 ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ മാർച്ചിൽ എനിക്ക് ഇന്നത് അച്ചീവ് ചെയ്യണം, എഴുതാം, അതിനുവേണ്ടി വർക്ക് ചെയ്യാം. കാരണം ഞാനിപ്പോ CA-ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ചിലപ്പോ എനിക്ക് 2027 ഞാനിപ്പോ എനിക്ക് വലിയ ഡീറ്റെയിൽസ് അതിനെ കുറിച്ചൊന്നും അറിയില്ല. നിങ്ങൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. 2027 ഇത് അല്ലെങ്കിൽ CA പരീക്ഷ പാസ്സാവണം എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എഴുതാം. ഞാൻ ഇന്ന് മുതൽ അത് എഴുതാം. 27 എനിക്ക് ഇതാണ് എന്റെ ലക്ഷ്യം. 2027 കടന്നു പോവാൻ പാടില്ല. ഞാൻ ഇപ്പൊ മുതൽ അതിന് വേണ്ടിയിട്ടാണ്, ഈ 25 മുതൽ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് 27 എനിക്കത് കിട്ടണം. അപ്പൊ ഒരു ടൈം എപ്പോഴും വേണം, കൃത്യമായിട്ടുള്ള സമയം നമുക്ക് വേണം. ഇന്ന സമയത്ത് ഇന്ന ദിവസം ഇന്ന ഡേറ്റിൽ, അത്രയും സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗോളുകൾ സെറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പൊ എന്ത് വേണം, കൃത്യമായിട്ടുള്ള ഒരു സമയ പരിധി നിശ്ചയിക്കണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ഗോൾസിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് സ്മാർട്ട് ആയിട്ടുള്ള ഗോളുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഗോള് സ്മാർട്ട് ആയിരിക്കണം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ. നിങ്ങളൊരു ലക്ഷ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യം നോക്കുക, ഈ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ സ്പെസിഫിക് ആണോ എന്ന് നോക്കുക, അത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഗോളാണോ നോക്കണം, അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, റിലേറ്റബിൾ ആണോ എന്ന് നോക്കണം, ടൈം ബൗണ്ട് ആണോ എന്ന് നോക്കണം. ഈ 5 കാര്യങ്ങളും നിങ്ങളുടെ ഗോള് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമാണ് അതൊരു നല്ല ഗോളുള്ളൂ. അല്ലെങ്കിൽ ആ ഗോളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്മാർട്ട് വെച്ച ഒരു ഉദാഹരണം പറഞ്ഞ ഒരു ഗോള്, ഈ സ്മാർട്ട് ഉദാഹരണങ്ങൾ പറഞ്ഞോളൂ, അപ്പൊ അവർക്ക് മനസ്സിലാവും. ഉദാഹരണങ്ങൾ പറയാം. ഇപ്പൊ ഞാൻ ഏറ്റവും റീസെന്റ് ആയിട്ട് എഴുതി ഇപ്പൊ മാനിഫെസ്റ്റഡ് ആയ ഒരു ഗോൾ തന്നെ പറയാം. ഞാൻ കഴിഞ്ഞ വർഷം എഴുതിയിരുന്ന ഒരു ഗോൾ എന്ന് പറയുന്നത്, ഇപ്പൊ 2025 മുന്നേ എന്റെ യൂട്യൂബ് ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് വേണം എന്നായിരുന്നു എന്റെ ഒരു ഗോള്. ഓക്കെ, അപ്പൊ 2020 ഞാൻ കൃത്യമായിട്ട് എഴുതാണെങ്കിൽ ഒരു ചെറിയ വ്യത്യാസം ആ ഗോളിൽ വന്നിട്ടുണ്ട് പറയാം. മാനിഫെസ്റ്റ് ചെയ്തപ്പോ December 31, 2024 എനിക്ക് എന്റെ യൂട്യൂബ് ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം എന്നായിരുന്നു എന്റെ ഗോൾ എഴുതിയിരുന്നത്. അപ്പൊ നോക്കിയേ, കറക്റ്റാ. അതെന്താ, എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ എന്റെ യൂട്യൂബ് ചാനലില് ഞാൻ കൃത്യമായിട്ടുള്ള ഡേറ്റ് എഴുതിയിട്ടുണ്ട്. എന്താണ്, 2024 December 31 എന്നുള്ളത് കറക്റ്റാ. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് എനിക്ക് ഉറപ്പാ അത് അച്ചീവ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചാൽ നടക്കും, അച്ചീവബിൾ ആയിരുന്നു. ദെൻ ഓരോ മാസവും ഞാൻ കൃത്യമായിട്ട് നോക്കുമായിരുന്നു ഇപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ളത്. ഓരോ മാസവും ഞാൻ കൃത്യമായിട്ട് നോക്കുമായിരുന്നു എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഇനി എത്ര സബ്സ്ക്രൈബേഴ്സ് വേണം, ഇനി എത്രയും കൂടി ആയാൽ 1K ആവും എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ മാസം എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് എഴുതിയിരുന്നു, ഇന്ന ദിവസം ഇന്നതാണ് എനിക്ക് വേണ്ടത്. ആദ്യം ഞാൻ ചെയ്തത് എന്താ, അത് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എഴുതി. രണ്ടാമത്തെ, ഞാൻ ഓരോ മാസവും മെഷർ ചെയ്തു എത്രയുണ്ട്, എവിടെ വരെ ഞാൻ എന്റെ ഗോൾ എത്തി എന്നുള്ളത് ഞാൻ മെഷർ ചെയ്തു. എനിക്ക് സ്വാഭാവികമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഇല്ലാതെ ഞാൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി, അതിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്കറിയാം എന്താണ് എന്റെ ലക്ഷ്യം, അച്ചീവബിളാ, എനിക്കിത് നേടാൻ പറ്റുന്ന ലക്ഷ്യമാണ്. ഞാൻ അതിന് വേണ്ടി വീഡിയോസ് ഇടാൻ തുടങ്ങി. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറെ വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കി, വേണ്ട കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു, വീഡിയോസ് ഉണ്ടാക്കി, വീഡിയോസ് ഷെയർ ചെയ്തു, എഡിറ്റ് ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. സോ ഞാൻ എന്റെ ലക്ഷ്യം അത് തന്നെ ആയിരുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് തന്നെ വർക്ക് ചെയ്തു. എന്റെ ഡിസയർ, എന്റെ ആഗ്രഹം, എന്റെ ലക്ഷ്യം. ഓക്കെ, സോ എന്ത് ചെയ്തു, റിലേറ്റബിൾ ആയിരുന്നു. എന്റെ ലക്ഷ്യവും ഞാൻ ചെയ്യുന്ന പ്രവർത്തികളും തമ്മിൽ അലൈൻമെന്റ് ഉണ്ടായിരുന്നു. ടൈം ബൗണ്ട് ആയിരുന്നു, എനിക്ക് കറക്റ്റ് അറിയായിരുന്നു, കറക്റ്റ് വേണമായിരുന്നു. December 31 എന്നുള്ളൊരു ഡേറ്റ് എനിക്ക് കൃത്യമായിരുന്നു. അച്ചീവ് ചെയ്ത സമയത്ത് ഒന്ന് മാറിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. കറക്റ്റ് എനിക്ക് തോന്നുന്നു ന്യൂ ഇയർ 1-ാം തീയതിയാണ്, January 1-ാം തീയതിയാണ് അത് മാനിഫെസ്റ്റ് ആയെങ്കിൽ പോലും കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്റെ ഫോണിൽ ഞാൻ തന്നെ സെറ്റ് ചെയ്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇത്രയും എന്നുള്ളത്. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് അത് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു ഗോള് സെറ്റ് ചെയ്യേണ്ടത്. ഇനി ഗോൾ എഴുതാൻ പല മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പല രീതിയിൽ നമുക്കത് ചെയ്യാം. ഞാൻ ഈ പറയുന്ന പാറ്റേണുകൾ എല്ലാം ഫോളോ ചെയ്താൽ ഭയങ്കര ഇഫക്റ്റീവ് ആണ്. അപ്പൊ ഒന്ന് ചെയ്യാന്നുള്ളത്, നമ്മൾ എഴുതുക എന്നുള്ളത് എങ്ങനെ എഴുതണ്ടേന്നുള്ളത് പല രീതിയിൽ എഴുതുന്നത് എങ്ങനെയാന്ന് ഞാൻ പറയാം. 2 രീതിയിൽ എഴുതാം നമുക്ക്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്
വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അതായത് നമ്മൾ എഴുതുന്ന ഗോളുകൾ, ഇപ്പൊ ഒരു ലക്ഷ്യം നമുക്കുണ്ട്, ആ ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ നമുക്കുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഫീലിംഗ് ഓരോ ദിവസവും നമ്മളിങ്ങനെ അനുഭവിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ആ ഒരു ഗോളിലേക്ക് എത്താനുള്ള ഏറ്റവും മാർഗം. കാരണം എന്താണല്ലോ, നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളും ഫീലിങ്സും ഇത് രണ്ടും കൂടെ ഒരുമിക്കുമ്പോഴാണ് നമുക്ക് ലക്ഷ്യങ്ങൾ നമുക്ക് കിട്ടുക. അതായത് നമ്മുടെ ബ്രെയിനിന്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞ തോട്ട്സാ, തിങ്കിങ്, നമ്മുടെ ബോഡിക്ക് മനസ്സിലാവുന്ന ഫീലിങ്സാ. അപ്പൊ ഈ ബ്രെയിനും ബോഡിയും നമ്മുടെ ആത്മാവും ശരീരവും മനസ്സും ഒക്കെ കൂടി ഒരു അലൈൻമെന്റ് ഉണ്ട്. ആ അലൈൻമെന്റിലേക്ക് എത്തുമ്പോഴാണ് ആക്ച്വലി നമുക്കൊരു കാര്യം ഉണ്ടാവുക. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഓരോ ദിവസവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ ലക്ഷ്യം സാധിച്ചതായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് കണ്ണടച്ചിട്ട് നമുക്കൊരു ജോലി കിട്ടി. ഇപ്പൊ എനിക്കൊരു ജോലി കിട്ടണം എന്നായിരുന്നു, ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്കിപ്പോ ഇന്ന സ്കൂൾ അല്ലെങ്കിൽ ഇന്ന കോളേജിൽ ഇന്ന പൊസിഷനിൽ ഒരു ജോലി എന്നുള്ളതാണ് എന്റെ ആഗ്രഹമെങ്കിൽ ആ ജോലി കിട്ടുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു ഹാപ്പിനെസ്, എന്റെ ചുറ്റുമുള്ളവരുടെ ഹാപ്പിനെസ്, ഇതെല്ലാം എനിക്ക് എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്യണം? അത് കണ്ണടച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഫീൽ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ അത് ആദ്യം ലക്ഷ്യം തീരുമാനമായാൽ അത് എഴുതണം. എഴുതുന്നതിന്റെ ടെക്നിക്ക് പറയാം. പക്ഷെ ഈ ഒരു ഫീലിംഗ് കൂടെ അതിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ സ്പീഡിൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്നും നമ്മുടെ ലക്ഷ്യം നമ്മളിങ്ങനെ നിരന്തരം യൂണിവേഴ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം, എനിക്കിത് വേണം, ഇതെനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. സീക്രട്ട് ഡെയിലി കേൾക്കുന്നവർക്കറിയാം. അതില് നിങ്ങൾ ആരും കേട്ടിട്ടില്ലെങ്കിൽ അത് കേൾക്കണം കേട്ടോ. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക. യൂനിസാർ എന്നും പറയുന്ന ഒരു കാര്യമാണ്. അതായത് എല്ലാ ദിവസവും സ്ട്രേഞ്ചർ സീക്രട്ട് കേൾക്കാന്നുള്ളത്. അത് ഓരോ ദിവസവും കേൾക്കുമ്പോഴും ഓരോ പുതിയ പുതിയ ആശയങ്ങൾ നമ്മളിലേക്ക് വരും കേട്ടോ. അപ്പൊ അത് കേൾക്കണം. അപ്പൊ അതിൽ പറയുന്നുണ്ട്, പരാജയപ്പെടാൻ സാധിക്കാത്ത വിധം, അതായത് അങ്ങനെ ഒരു ഗോൾ സെറ്റ് ആണ് നമുക്ക് വേണ്ടത്. അതായത് ഞാൻ ഇതില് പരാജയപ്പെടില്ല, എന്തൊക്കെ സംഭവിച്ചാലും ഇതെനിക്ക് കിട്ടിയിരിക്കും. അത് നമ്മൾ നിരന്തരം അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. നിരന്തരം ഇങ്ങനെ അത് തന്നെ ചിന്തിച്ചോണ്ട് ഇത് എനിക്ക് വേണം, അല്ലെങ്കിൽ ഇത് എന്റെ ആണ്, അല്ലെങ്കിൽ ഇത് എനിക്ക് കിട്ടി എന്നുള്ള ഒരു ഫീലിംഗ് എപ്പോഴും എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ചിന്തിച്ചോണ്ടേയിരിക്കണം. ഉറക്കത്തിൽ എപ്പോഴും ഈ ലക്ഷ്യം ലക്ഷ്യം ലക്ഷ്യം. അപ്പോഴാണ് പുതിയ 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 വഴികൾ നമ്മളിലേക്ക് തുറന്നു വരിക. അപ്പൊ ആ ഒരു ഫീലിംഗ്, നമുക്കത് കിട്ടിക്കഴിഞ്ഞാലുള്ള ഫീലിംഗ് എന്താണ്? അത് നമ്മൾ ഇപ്പോഴേ അനുഭവിക്കണം. അതിങ്ങനെ എല്ലാ ദിവസവും. ഇപ്പൊ ആദ്യമൊക്കെ തോന്നുമ്പോ ഇത് എങ്ങനെ നടക്കും? ഞാൻ മുന്നേ ഇതിലൊരു മൈൻഡ് പവറിന്റെ ക്ലാസ് എടുത്തപ്പോ ആരും എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, രോഗിയായ ഒരാളെ എങ്ങനെയാണ് രോഗമില്ല എന്ന് പറയണമെന്നുള്ളത് പോലെ ഇതിപ്പോ കിട്ടാത്തൊരു കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് ആ തുടക്കത്തിലൊക്കെ നമ്മളോട് നമ്മുടെ ബ്രെയിൻ പറയും, നിനക്ക് വേറെ പണിയില്ലേ, ഇതിങ്ങനെ വിഷ്വലൈസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്താൽ കിട്ടുമെന്ന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞെന്നൊക്കെ നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ബ്രെയിൻ. നിനക്ക് വട്ടാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇല്ല, നമ്മളത് ഉറങ്ങുന്നതിന് മുന്നുണ്ടല്ലോ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തോണ്ടിരിക്കുക. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ആ മഹാൻ ഞാനാണെന്നൊക്കെ ആരോ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഗ്രൂപ്പിലുള്ള ആരോ ആണെന്ന് ചോദിച്ചേ. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ ആ ഒരു ഗോൾ ഇങ്ങനെ എപ്പോഴും വിഷ്വലൈസ്, നമുക്ക് ഇങ്ങനെ തോന്നുന്നു എന്ത് സംഭവം 3-4 ദിവസം കഴിയുമ്പോൾ നമുക്ക് വെറുതെ നല്ലൊരു സുഖമുള്ള കാര്യമില്ല, നമ്മൾ വിചാരിച്ച കാര്യം നേടിയിരിക്കുന്നു. നമ്മൾ ഇങ്ങനെ മനോരാജ്യമൊക്കെ കാണില്ലേ, ഇങ്ങനെ വെറുതെ സ്വപ്നങ്ങളൊക്കെ കാണില്ലേ, പകൽ സ്വപ്നങ്ങൾ, അതുപോലെ എന്ത് രസം ഇങ്ങനെ നേടി എന്നൊക്കെ രാത്രി ഇങ്ങനെ കണ്ണടച്ചോ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ സങ്കല്പിച്ച് ആ ഫീലിങ്ങോടെ ഉറങ്ങാൻ നോക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോഴില്ലേ അത് നമുക്ക് ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് വരും. അത് ചെയ്തു നോക്കണം കേട്ടോ. ഇത് മുന്നേ ഞാൻ വിഷ്വലൈസേഷൻ ക്ലാസ്സിൽ പറഞ്ഞപ്പോ ഞാൻ പറയണം, അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊന്ന്. ഇനി രണ്ടാമത്തെ കാര്യമാണ് എഴുതുന്നത് എങ്ങനെയാ. 2 രീതിയിൽ നമുക്ക് എഴുതാം. ഗോൾസ് 2 രീതിയിൽ നമുക്ക് എഴുതാം. എപ്പോ എഴുതുമ്പോഴും ഇന്നത് എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ആരും എഴുതരുത്. ഓക്കെ, ഐ വോണ്ട് ദിസ് അല്ലെങ്കിൽ എനിക്കിത് വേണം, ഐ വാണ്ടഡ് ടു ബിക്കം ദിസ് ഒരിക്കലും എഴുതരുത്. ഐ വാണ്ടഡ് ടു ബിക്കം ദിസ് ആയി തന്നെ ഇരിക്കും. എപ്പോഴും എനിക്കത് വേണം അല്ലെങ്കിൽ എന്നിലേക്ക് അത് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ വന്നോണ്ട് മാത്രമുള്ളൂ, ഒരിക്കലും വരൂല. അപ്പൊ എന്ത് വേണം? നമുക്ക് എപ്പോഴോ കിട്ടണം അങ്ങനെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ എനിക്കിത് കിട്ടണം, അപ്പൊ ഇത് കിട്ടണം എന്ന് പറയുമ്പോ എന്താ, ഇതില്ല എന്നുള്ള ഒരു ഫീലിംഗ് ആണ് യൂണിവേഴ്സിലേക്ക് പോകുന്നത്. എനിക്കിതില്ല, അപ്പൊ ഇവനിതില്ല. അപ്പൊ ഇത് നമ്മുടെ ലോജിക്കൽ മൈൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്, അതിന് ഇങ്ങനെ ലോജിക്കൊന്നുമില്ല. അതായത് എന്താണോ നമ്മൾ പറയണത് അത് അങ്ങോട്ട് വിശ്വസിക്കുക. അപ്പൊ ഇല്ല എന്ന് പറയുമ്പോ ഇതില്ല അല്ലേ, ഇല്ല എന്നും ഇല്ല തന്നെ നമ്മളിലേക്ക് വരും.
അതിന് പകരം നമുക്ക് എന്ത് ഫീലിംഗാ വേണ്ടത്? ഇത് വേണമല്ലോ നമുക്ക്. അപ്പൊ നമ്മള് ലക്ഷ്യങ്ങൾ എഴുതുമ്പോഴുണ്ടല്ലോ, ഇത് ഉണ്ടെന്നുള്ള രീതിയിലാണ് ലക്ഷ്യങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അത് 2 രീതിയിൽ എഴുതാം. ഫസ്റ്റ് രീതി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന പോലെ എഴുതാം. ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് തോന്നുന്നു ഞാൻ ഏത് ക്ലാസ്സിൽ വേണമെങ്കിലും പറയാം. എനിക്കിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ക്ലാസ്സിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ തന്നെ കളിയാക്കും. കാരണം ഞാൻ എന്നും എന്ത് പറയുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാൻ കാരണം ഞാൻ ലക്ഷ്യങ്ങൾ എഴുതുന്നത് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിലാണ്. എന്റെ എക്സ്പീരിയൻസ് പറയട്ടെ, പേഴ്സണൽ എക്സ്പീരിയൻസ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏത് രീതിയിൽ എഴുതണേക്കാളും ഫാസ്റ്റ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നടക്കും. കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാം. നന്ദി, അതായത് കിട്ടി എന്നുള്ള രീതിയിൽ നന്ദി പ്രകാശിപ്പിച്ചിട്ട് എഴുതുവാണെങ്കിൽ അതാണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. ഐ എം ഹാപ്പി, എന്തെങ്കിലും ചോദിച്ചോ? ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇപ്പൊ എന്താണ് ഐ എം ഹാപ്പി? ഉദാഹരണമാണ് പറയുന്നത്. ഐ എം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ. ഇപ്പൊ എന്റെ യൂട്യൂബിന്റെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്. ഐ എം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ 1K സബ്സ്ക്രൈബേഴ്സ് ബിഫോർ അല്ലെങ്കിൽ ഓൺ December 31st, 2024. മലയാളത്തിൽ നമുക്ക് എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഭാഷ ഏതാണോ അതിൽ വേണം എഴുതാനായിട്ട്, അല്ലാതെ എഴുതാൻ വേണ്ടി എഴുതരുത്. അപ്പൊ ഈ സന്തോഷം മലയാളത്തിലാണെങ്കിൽ ഞാൻ ചാനലില് December 31, 2024 മുമ്പ് അല്ലെങ്കിൽ 2024 1K സബ്സ്ക്രൈബേഴ്സ് ആയതിൽ നന്ദി നന്ദി നന്ദി. ആദ്യം ഇത് കേൾക്കുമ്പോൾ എന്ത് മണ്ടത്തരാന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ എഴുതി നോക്കി ഇതിന്റെ മാജിക് അറിയണം. കാരണം ഞാൻ അത് അനുഭവിച്ച ആളാണ്. പല രീതിയിലും പല സാധനങ്ങളും എനിക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് വഴിയാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മള് ഗോൾ എഴുതുമ്പോ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തന്നെ എഴുതുക. എനിക്ക് ഭയങ്കര അതിപ്പോ റിലീജിയസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇപ്പൊ മുസ്ലിംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൽഹംദുലില്ലാ എന്നുള്ള രീതിയിൽ എഴുതാം. എനിക്കിത് ലഭിച്ചതിൽ എന്നുള്ള രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം. അത് ചിലപ്പോ അതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് കണക്റ്റഡ് ആവുക. എന്താണ് നിങ്ങൾക്ക് കണക്റ്റഡ് ആവുന്നത്, എന്താണോ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് എഴുതാൻ പറ്റണേ, ആ രീതിയിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഓക്കെ, ആ രീതി ഉൾക്കൊണ്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. എന്താണോ സന്തോഷം, പക്ഷെ അതിന്റെ ഉള്ളിൽ എന്ത് വേണം? 2 കാര്യങ്ങൾ വേണം. ഒന്ന് സന്തോഷം, രണ്ടാമത്തത് നന്ദി. ഓക്കെ, അപ്പൊ നമ്മള് എന്തും സന്തോഷത്തിന്റെ ഫ്രീക്വൻസിയിൽ കിട്ടണം നമുക്ക്, അല്ലെങ്കിൽ സന്തോഷമാണ് നമുക്ക് കിട്ടേണ്ടത് എന്തും, അല്ലെ? നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നന്ദി. അപ്പൊ നന്ദി പറയുമ്പോ കൂടുതൽ കിട്ടും. നമുക്ക് കിട്ടാത്ത സാധനമാണെങ്കിലും നമ്മൾ എന്താ പറയുന്നത്, എനിക്കതുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ നന്ദി പറയുന്നത്. അങ്ങനെ നന്ദി പറഞ്ഞു നോക്കിക്കേ, അല്ലെങ്കിൽ ആ രീതിയിൽ വേണം നിങ്ങൾ ഗോൾ എഴുതാൻ. ഈ അന്ന് അല്ലെങ്കിൽ എനിക്ക് ഐ വോണ്ട് ദിസ് എന്ന് എഴുതുമ്പോ ഒരിക്കലും അത് കിട്ടില്ല. അതിന് പകരം ഈ രീതിയിൽ എഴുതാം. ഇംഗ്ലീഷിൽ എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് ഐ എം ഹാപ്പി, ഐ എം സോ ഹാപ്പി, എനിക്ക് ഭയങ്കര സന്തോഷം, എനിക്ക് നല്ല സന്തോഷമുണ്ട്, അങ്ങനെ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ. എന്താണ് നമ്മുടെ ലക്ഷ്യം അത് കൃത്യമായിട്ട് എഴുതുക. എന്നാണ് സാധിക്കേണ്ടത് അതും കൃത്യമായിട്ട് എഴുതുക. എന്നിട്ട് 3 തവണ താങ്ക് യു 3 എത്ര തവണ എഴുതണോ താങ്ക് യു അത്രയും തവണ താങ്ക് യു എഴുതാം. നമുക്കത് കിട്ടുമ്പോൾ നമ്മൾ എന്താ പറയുക, എന്റെ ദൈവമേ ഒരുപാട് നന്ദിയുണ്ട്, എനിക്കത് കിട്ടിയില്ല, ഇങ്ങനെയല്ലേ പറയാ. അതുപോലെ തന്നെ എന്ത് ചെയ്താ എഴുതി വെക്കുക. ഇതാണ് ഒരു ടെക്നിക്ക്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതി ഇതാണ്. ഇത് തന്നെ ഫോളോ ചെയ്താൽ റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടും. അതിനൊപ്പം നമ്മളുടെ ലോ ഓഫ് ആക്ഷൻ, ലോ ഓഫ് അസംഷൻ ഞാൻ നേരത്തെ പറഞ്ഞ വിഷ്വലൈസേഷൻ. എല്ലാ ദിവസവും ഈ ലക്ഷ്യം നേടി എന്നുള്ള ഫീലിംഗും കൂടെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ എഴുതുക. എല്ലാ ദിവസവും എഴുതിക്കോ. അതായത് ഒരു തവണ നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചോ, ആ ഗോള് വീണ്ടും ആ ഗോളിന് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. അത് എന്തായാലും എളുപ്പം മാജിക്കൽ ആയിട്ടുള്ള രീതിയിൽ അത് കിട്ടും. ഇനി അടുത്തത് കേൾക്കുന്നുണ്ടോ? ഓഡിയബിൾ. ഓക്കെ. എനിക്ക് പെട്ടെന്ന് സ്റ്റക്ക് പോലെ തോന്നി. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് അടുത്തത് എന്ന് പറയുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ഉണ്ടല്ലോ,
അത് ഇപ്പൊ ജീവിതമായിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? ഐ എം ലിവിങ് ദിസ് ലൈഫ്. അതായത് ഞാൻ വളരെയധികം സന്തോഷത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് ഇന്ന ദിവസം ഇത് ലഭിച്ചിട്ടുണ്ടല്ലോ, ഇത് ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു വീടാണെന്നുണ്ടെങ്കിൽ എന്റെ വീട് ഇങ്ങനെയാണ്, എന്റെ വീട്ടിലെ 2 മുറികൾ ഇങ്ങനെയാണ്, വളരെ മനോഹരമാണ് എന്റെ വീട്. അതായത് നമ്മുടെ ആ ഒരു ലക്ഷ്യം ഉണ്ടല്ലോ, അത് നല്ല ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് പോലെ നിങ്ങൾക്ക് എഴുതാം. ഞാൻ ഈ വീട്ടിൽ വളരെ സന്തോഷവതിയായിട്ട് ജീവിക്കുകയാണ്, ഇന്ന കാര്യങ്ങളാണ് എന്റെ വീട്ടിൽ. അപ്പൊ ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജോലിയാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, എന്റെ ജോലി വളരെ എളുപ്പമുള്ള ഒരു ജോലിയാണ്, എനിക്ക് ഇന്ന ഡേറ്റിൽ ഈ ജോലി ലഭിച്ചു, അല്ലെങ്കിൽ എന്റെ ഓഫീസിൽ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് ഇങ്ങനെ എന്റെ കൊളീഗ്സ് അല്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ നല്ല ആളുകളാണ്, എന്റെ ഓഫീസ് ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന കോളേജിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാമെങ്കിൽ ഇപ്പൊ ഇന്ന കോളേജിലാണ്, ആ കോളേജിൽ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെയാണ്. അതായത് നമ്മുടെ ഭാവന എന്താണ് നമുക്ക് കിട്ടും. ഇപ്പൊ എന്റെ കാർ ഇങ്ങനെയാണ്, നല്ല വെള്ള കളറുള്ള കാറാണ്, എന്താണ് ആ കാറിൽ യാത്ര ചെയ്യുമ്പോ ഭയങ്കര സുഖാണ്, എനിക്ക് ഓരോ ദിവസവും യാത്ര ചെയ്യുമ്പോഴും ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അങ്ങനെ അതായത് നമ്മൾ ആ ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും, ആ ജീവിതം എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ എഴുതി വെക്കുക. എല്ലാ ദിവസവും ഇങ്ങനെ ഒരു കഥ എഴുതുന്നത് പോലെ നമ്മുടെ ലക്ഷ്യം ഇങ്ങനെയാണ്, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഒരു സ്ക്രിപ്റ്റ് പോലെ എഴുതുക. അപ്പൊ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റ് പോലെ നമുക്ക് എഴുതാം. അപ്പൊ പിന്നെ അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, വിഷ്വലൈസും ചെയ്യാം. ഈ 3 കാര്യങ്ങളും ലൈഫിൽ കൃത്യമായിട്ട് പാലിക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏത് ഗോളും നമുക്ക് കിട്ടും. പിന്നെ ഗോള് സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മുടെ ലക്ഷ്യം വേറൊരാളെ ഹേർട്ട് ചെയ്യുന്നതാണെങ്കിൽ കിട്ടൂല കേട്ടോ. നമ്മുടെ ഇന്റൻഷൻസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്റൻഷൻസ് കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ ഉദ്ദേശം നല്ലതായിരിക്കണം. നമ്മള് ചെയ്യുന്ന കാര്യം കൊണ്ട്, നമ്മള് ലക്ഷ്യമാക്കുന്ന ഗോള് കൊണ്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുള്ളതാവരുത്. ആവാണെങ്കിൽ നടക്കില്ല, കുറച്ച് റെസിസ്റ്റൻസ് അതിലുണ്ടാവും. കാരണം ഉദ്ദേശം എന്ന് പറയുന്നത് പോസിറ്റീവ് ആവുമ്പോൾ മാത്രമാണ് അത് നേടാനുള്ള സാധ്യതകളും കൂടുന്നത്. ഓക്കെ, ഇനി ആരെന്ത് ചോദിക്കാൻ വന്നല്ലോ? ഈ സ്ക്രിപ്റ്റിനെ പറ്റി പറഞ്ഞല്ലോ, ആരെന്ത് ചോദിച്ചല്ലോ? സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് എഴുതാന്ന് മാഡം പറഞ്ഞല്ലോ, അത് പ്രസന്റ് നമ്മൾ അനുഭവിക്കുന്നത് പോലെ പ്രസന്റ് ടെൻസിൽ വേണം എഴുതാൻ. പ്രസന്റ് ടെൻസിൽ വേണം എഴുതാൻ. അതായത് എനിക്കിപ്പൊ ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ വേണം എഴുതാൻ. ഒരിക്കലും ഗോൾ എഴുതുമ്പോ ഫ്യൂച്ചറിൽ എഴുതരുത്. അതായത് എപ്പോഴോ കിട്ടും എന്നുള്ള രീതിയിൽ ഒരിക്കലും കിട്ടി എന്നുള്ള രീതിയിൽ വേണം എഴുതാനായിട്ട്. നമ്മൾ എഴുതുമ്പോ എപ്പോഴോ വരാൻ പോകുന്ന ഒരു കാര്യമല്ല, ഇപ്പൊ എനിക്കതുണ്ട്. അത് നിരന്തരമായി നമ്മൾ പറയാണ്, നമ്മുടെ ചിന്തകളിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ നമ്മളിങ്ങനെ പ്രിറ്റൻഡ് ചെയ്യണം കേട്ടോ. അതായത് വേറൊരു അടുത്തൊരു ടെക്നിക്കാണ്, അതായത് അസംഷൻ ആണ്, ലോ ഓഫ് അസംഷൻ. നമുക്കതുണ്ട്, അതുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അതുപോലെ നമ്മൾ നടക്കണം. നമ്മുടെ ഇപ്പൊ നമ്മള് ഇന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു ടീച്ചർ ആവാണ് എന്ന് വെച്ചോ. ഇപ്പൊ ഒരു ടീച്ചർ, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ ടീച്ചർ സാരിയൊക്കെ ഉടുത്തിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മള് പതുക്കെ ആ ഒരു നമ്മുടെ വേഷവിധാനവും കാര്യങ്ങളിലും ഒക്കെ അങ്ങോട്ട് മാറ്റുക. അതായത് നമുക്കിപ്പൊ ഇതുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ഇതിലേക്ക് ഫ്രീക്വൻസിയിലേക്ക് മാറണം. ആ ആള് ഇങ്ങനെയാണെങ്കിൽ, ഒരു പണമുള്ള ഒരാള്, ഇത്രയും പണമായിരുന്നു എനിക്ക് ആവശ്യം, ഈ പണമുള്ള ആള് എങ്ങനെയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എന്താ പറയാ, ഞാൻ എന്റെ ലൈഫിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിറ്റ്നസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോ അത് നമുക്ക് എന്താ അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്കൊരു കഥ പോലെ തോന്നുള്ളൂ. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു മാജിക് ഉണ്ടല്ലോ നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോ, ആണോ ഇതൊക്കെ ഇത്രയും ആയിരുന്നോ, ഇത് കറക്റ്റ് ആയിരുന്നോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പോ ലൈക്ക് ഒരു ജോലി, ഇപ്പൊ എനിക്ക് ഏറ്റവും എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ ജോലിയാണ് കേട്ടോ. ഞാന് ഡെയിലി എഴുതണമെന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി എഴുതിക്കോ, സ്ക്രിപ്റ്റും എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക. കാരണം നമുക്ക് ആ ഫീലിംഗ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
അപ്പോ ഈ ഗ്രാറ്റിറ്റ്യൂഡ് അല്ല സോറി ഇപ്പൊ ജോലി അപ്പൊ എനിക്ക് ഏറ്റവും എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ ഞാൻ ഏറ്റവും കൂടുതൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചേക്കുന്നത് ജോലി ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ബെറ്റർ ജോലി കിട്ടുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ നോർമലി എനിക്ക് ഇപ്പൊ നമുക്കൊരു ജോലി ഇപ്പൊ വേണം, ഒരു ബെറ്റർ ആയിട്ടുള്ള ഇന്ന സ്ഥലത്ത് ജോലി വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നു. നമ്മൾ അതിന് എന്നും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ പ്രിറ്റൻഡ് ചെയ്യാണ് എങ്ങനെയാണോ ഇപ്പൊ ജോലി ചെയ്തു എന്നുള്ള സ്ഥലത്ത് നിന്ന് വേറൊരു ജോലി സ്ഥലത്തേക്ക് നമ്മൾ മാറുമ്പോൾ എന്തൊക്കെ ചെയ്യണം. ഇവിടെ നിന്ന് ഇപ്പോ ഞാനൊരു ലെക്ചറാണ്. അപ്പൊ എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, എന്റെ കുട്ടികളുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം, എനിക്ക് അസൈൻ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, ഞാൻ എന്താ ഇന്ന ദിവസം കൊണ്ട് ഇത്ര കാര്യം കൊണ്ട് ഞാൻ എന്റെ കുട്ടികളുടെ വർക്ക് പോർഷൻസ് ഇപ്പൊ തീർക്കും. കാരണം എനിക്കിപ്പോ ഇന്ന സമയത്ത് ഇറങ്ങണമല്ലോ, ഇന്ന ദിവസമാണ് ഞാൻ ഇറങ്ങണമല്ലോ. കാരണം ഞാൻ അങ്ങനെയാണ് എന്റെ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ എന്റെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നു, വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ട് റെഡി ആവുന്ന പോലെയുള്ള മൈൻഡ് സെറ്റിലേക്ക് എത്തുന്നു, എന്റെ എല്ലാ കാര്യങ്ങളും തീർക്കുന്നു. ഇപ്പോ നമുക്ക് ഒരു വീട്ടിലേക്കാണ്, പുതിയ വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ വീട് എന്താ, ഇപ്പോഴത്തെ വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തൊക്കെ വെക്കും അല്ലെ, അതുപോലെ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അല്ലെങ്കിൽ ഈ ഒരു ജോലിയിൽ നിന്ന് ആ ജോലിയിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നാം ചെയ്യാൻ പോകുന്നത് അതെല്ലാം നമ്മൾ ചെയ്യും. ഇപ്പോ ലൈഫ് പാർട്ട്നേഴ്സിനെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ലക്ഷ്യമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരെന്ത് ചെയ്യാ, നമ്മള് ഒരാൾ ഒറ്റക്ക് കിടന്ന സമയത്ത്, ഇത് സീക്രട്ടിലുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ വായിച്ചു നോക്കണം. നമ്മൾ എന്ത് ചെയ്യും, നമ്മള് ഒരാളും കൂടി നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അയാൾക്കും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷെൽഫൊക്കെ ഒന്ന് ഒതുക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ ആ ഷെൽഫൊക്കെ ഒരു സൈഡിൽ ഒതുക്കി മറ്റു ഷെൽഫിൽ ആളുടെ ഇതും കൂടി വെക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ബെഡിലാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കിടക്കണം. അപ്പൊ നമ്മള് ഇങ്ങനെ കടന്നുകൊണ്ടിരുന്ന നമ്മളൊരു സെന്റിലേക്ക് അതായത് അത്രയും നമ്മൾ പ്രിപ്പയർഡ് ആയി, നമ്മൾ അതാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ആയിട്ട് വരണം. അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പ്രിറ്റൻഡ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ അപ്പൊ നമ്മൾ എന്താ ആ ലൈഫ് നമ്മൾ ജീവിക്കാന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ ആക്ഷനിലൂടെ പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മുടെ മൈൻഡ് വല്ല സ്ഥലത്തും പിന്നെ പ്രവൃത്തി വേറൊരു ഡയറക്ഷനിലും ആണെങ്കിൽ ഒരിക്കലും ഒരു ഗോളും നടക്കില്ല. ഒരാള് നമുക്കിത് കിട്ടിയാൽ നമ്മൾ എങ്ങനെ പെരുമാറും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പെരുമാറാൻ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കും. ഇങ്ങനെയാണ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത്. ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് വഴി സെറ്റ് ചെയ്യാം. സ്മാർട്ട് ആണോ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം, നോക്കണം ഇതൊക്കെ സ്പെസിഫിക് ആണോ, മെഷറബിൾ ആണോ, എനിക്ക് പറ്റുന്നതാണോ, എനിക്ക് ഞാൻ വിചാരിച്ചാൽ, ഞാൻ ആക്ഷൻ എടുത്താൽ, ഞാൻ വർക്ക് ചെയ്താൽ ഇത് നടക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ഇത് നേടാനുള്ള വേറൊരു മാർഗമാണ് ശരിക്കും. ഞാൻ ഗോൾ സെറ്റിംഗ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ പറഞ്ഞപ്പോ ഞാൻ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു വഴിയും കൂടിയാണ് പറഞ്ഞത്. അതായത് എങ്ങനെ ഗോൾസ് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാന്നുള്ളതും കൂടിയാണ് ഇപ്പൊ പറഞ്ഞത്. വിഷ്വലൈസേഷനും ഗ്രാറ്റിറ്റ്യൂഡ്, അതുപോലെ സ്ക്രിപ്റ്റിംഗ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ലോ ഓഫ് അസംപ്ഷൻ, നമ്മൾ ഇതുണ്ട് എന്നുള്ള രീതിയിൽ പ്രിറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് നേടിയേ പറ്റൂ. കാരണം ഒരിക്കലും പരാജയപ്പെടാൻ പറ്റില്ല. അതുപോലെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ വർക്കുകളും ആക്ഷൻസും മൈൻഡ് സെറ്റും എല്ലാം. ഇത് എന്റെ ഈ ലക്ഷ്യം എപ്പോഴോ എവിടെയോ വീഴും എന്നല്ല, എന്റെ ഈ ലക്ഷ്യം ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് നിരന്തരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമുക്ക് ഇന്റർവ്യൂവിന് ഇന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇങ്ങനെ ആൻസർ ചെയ്യണമെന്ന് ആദ്യം ഇങ്ങനെ ചിന്തിക്കും. അപ്പൊ ഇന്ന് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെ ആൻസർ ചെയ്യണം, അങ്ങനെ ഇന്റർവ്യൂവിന് പോയ സമയത്ത് സെയിം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് റീപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെ, അതങ്ങനെയാണ്, ആ രീതിയിലേ വരുള്ളൂ. അതെ, നമ്മൾ മുമ്പേ മോക്ക് ചെയ്ത് വരുമ്പോ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം എനിക്ക് അതുകൊണ്ട് എന്റെ ലൈഫിൽ ഒരിക്കലും ഒരു ജോബ് ഇന്റർവ്യൂ പോലെ ഒരു ഫെയിലിയർ ആയിട്ടില്ല. കാരണം നമ്മളത് മുന്നേ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോഴത്തേക്കും അത് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും. നമ്മൾ ഈ ഗോള് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോ. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ലക്ഷ്യം വേണമെന്ന് വിചാരിച്ച് 2-3 ദിവസം അതിനെ കുറിച്ച് എന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ തുറന്നു തരുന്നത് ഒന്ന് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇപ്പൊ എനിക്ക് എന്റെ ഒരു പോയിന്റിൽ എനിക്ക് എന്റെ കറന്റിലുള്ള ജോബ് ഒന്ന് മാറണം എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ആക്ച്വലി ഞാൻ അങ്ങനെ വിചാരിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് കുറെ ഇന്റർവ്യൂ കോൾസ് വരാൻ തുടങ്ങി, മൾട്ടിപ്പിൾ ഇന്റർവ്യൂ കോൾസ് വരാൻ തുടങ്ങി. അപ്പൊ അതുപോലെയാണ് അതാണ് നേരത്തെ പറഞ്ഞ പോലെ, നമ്മളിപ്പോ ഒരു കാറ് വാങ്ങാൻ ഉദ്ദേശിച്ച് ഇന്ന കാറ് ഇന്ന മോഡൽ വാങ്ങാൻ, പിന്നെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയാൽ വേറെ ഒന്നും കാണില്ല, ആ കാറ് മാത്രമേ കാണൂ. നമ്മൾ ഓർക്കും ഇത്രയും ഇപ്പൊ എല്ലാവരും ഈ കാറാണല്ലോ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് തോന്നും.
അത് ഇതുകൊണ്ട് നമ്മള് പിന്നെ നമ്മുടെ ചിന്തകൾ നടക്കുന്ന നമ്മുടെ മനസ്സ് അത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂള് തന്നാണ് ദൈവം. നമ്മളിങ്ങനെ വെറുതെ വിട്ടേക്കുമല്ല, അല്ലെങ്കിൽ ദൈവം പറയുന്ന പോലെ വെറുതെ നടക്കുന്ന അങ്ങനെയല്ല. ഇതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് ജനനവും മരണവും ഒക്കെ ദൈവം നിയന്ത്രിക്കുന്നതാണ്. അതിനിടയിൽ ഈ കുഞ്ഞു ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും ആകർഷിച്ചെടുക്കാനുള്ള കഴിവുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള മനസ്സ് തന്നിട്ടാണ് നമ്മളിങ്ങനെ വിട്ടിരിക്കുന്നത്. നമ്മൾ എന്നിട്ട് അതിനെ കൊണ്ട് ചെറിയ ചെറിയ ജോലി എടുപ്പിച്ച് അതിനെ വെറുതെ മടിയനാക്കുവാണ്. വലിയ വലിയ ലക്ഷ്യങ്ങൾ സാധിക്കാനായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സ്രോതസ്സാണ് നമ്മളെ കയ്യിലുള്ള. അതിനെ ഐൻസ്റ്റീൻ പോലും വളരെ 10% ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ അത്രയും അപ്പൊ നമ്മൾ എന്തോരം ഉപയോഗിച്ചിട്ടുണ്ടാവും ചിന്തിച്ചു നോക്കി. അത്രേ ഉള്ളൂ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടാനുള്ള പവർ നമുക്ക് തന്നാണ് നമ്മൾ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. നമ്മളത് ഉപയോഗിക്കാതെ ആരൊക്കെയോ സാഹചര്യങ്ങളൊക്കെ പഴി പറഞ്ഞ് നടക്കുവാണ്. എന്തോ ചോദിക്കാൻ വന്നല്ലോ. ഒരു ഗോൾ സെറ്റ് ചെയ്തു, പക്ഷെ നമ്മള് പിന്നെ എത്ര അങ്ങനെ അതിൻ്റെതായ ആ ടൈം ആയപ്പോയേക്കും വിചാരിച്ചപ്പോ എത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഗോളാണോ മാറ്റേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ സെറ്റിങ്സ് ആണോ മാറ്റേണ്ടത്, പ്ലാനിങ് ആണോ? നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് മാറ്റേണ്ടത്. ഗോളിന് ഒരു പ്രശ്നം ഉണ്ടാവൂല. പിന്നെ ചില കാര്യങ്ങളുണ്ടോ നമ്മൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് മാത്രമേ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുള്ളൂ. നമ്മൾക്ക് പറ്റാത്തൊരു കാര്യം നമ്മൾ എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ അതല്ലായിരിക്കും. ചിലപ്പോൾ നമ്മൾക്ക് കാണുന്നത് ഇത്രയല്ലേ ഉള്ളൂ, അതിന് മുകളിൽ കാണുന്ന വേറെ ആളുകളില്ല. അതായത് ഞാൻ 5 ലക്ഷം എഴുതി, പക്ഷെ എനിക്ക് 10 ലക്ഷം നേടാനുള്ള കഴിവ് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ 10 ലക്ഷം സാലറി ഉള്ള ഒരു ജോലി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ 5 ലക്ഷത്തിന്റെ ഗോളിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി ഇരിക്കാണ്ട് ചിലപ്പോ അതിനേക്കാളും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വഴിയിൽ വരുന്നുണ്ടാവും. അതുകൊണ്ട് ചിലപ്പോ ചില ഗോളുകൾ പാളിപ്പോവാറുണ്ട്. ചിലപ്പോ ലൈഫില് നമ്മൾ വലിയ ട്രാജഡി ആണെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ മതി. അതായത് അയ്യോ അതായിരുന്നു ഞാൻ നേടേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അതായിരുന്നു അയ്യോ എന്റെ എല്ലാ ജീവിതവും നശിച്ചു പോയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇപ്പൊ ചിലപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോ അയ്യോ അത് എന്റെ ബ്ലെസ്സിങ് ആയിരുന്നു, അത് എനിക്ക് അങ്ങനെ പോയിരുന്നില്ല. ചില ആളുകള് ലവ് മാരേജ്, ലവ് ഫെയിലിയർ ഒക്കെ വരാം. അപ്പോ അന്ന് അവനെ എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വേറൊരാളെ കല്യാണം കഴിച്ച് പോവുകയും ചെയ്തു. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ആളായിരുന്നല്ലോ എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് മറ്റാളെക്കാളും. അപ്പൊ ഇങ്ങനെ നടന്നില്ല എന്നുണ്ടെങ്കിൽ, ഇത്രയുമൊക്കെ നിങ്ങൾ ചെയ്തിട്ടും ലക്ഷ്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലെന്തോ ഒരു ബ്ലെസ്സിങ് അത്രേ ഉള്ളൂ. അതിലെ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. ഇത്രയും നമ്മൾ വിഷ്വലൈസ് ചെയ്തു, സ്ക്രിപ്റ്റ് എഴുതി, കറക്റ്റ് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്തു, അതിനുവേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് പരിശ്രമിച്ചു, ആക്ഷൻ എടുത്തു, എല്ലാം ചെയ്തിട്ടും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അതിനും വലിയൊരു ബ്ലെസ്സിങ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതാണ് അതിന്റെ സത്യം. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? കേൾക്കാം. നമ്മളെ ചിന്തയിലേക്ക് കൂടുതലായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പാസ് ചെയ്യാന് അതിനെന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതായത് നമ്മളെ ബ്രെയിനിൽ എന്തെങ്കിലും ഇതുള്ളതാണോ? ചില നമ്മുടെ ചിന്തകളുടെ കുഴപ്പം അങ്ങനല്ല. ചില ആളുകൾ കണ്ടില്ല, എത്ര ബിസിനസ്സിൽ പൊട്ടിയാലും ഒരു ഇനി ബിസിനസ് ചെയ്യും. അതേസമയം ചില ആളുകള് പിന്നെ എത്ര പൈസ ഉണ്ടായാലും അതെങ്ങാനും നശിച്ചു പോയാലോ, അങ്ങനെ ഇപ്പൊ നമ്മളതിൽ പോയാലോ കിട്ടുവോ, ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നവരുമില്ലേ? ഈ രണ്ട് വ്യക്തികളും എങ്ങനെ അതെന്തുകൊണ്ടാ അങ്ങനെ വരുന്നേ? അത് ചിന്തകളിലുള്ള വ്യത്യാസമാണ്. അതായത് ചില ആളുകൾക്ക് പേടിയായിരിക്കും, അതായത് ഉള്ളത് നഷ്ടപ്പെടുമോ ഇല്ലയോ. മറ്റാൾക്കാരെന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ഫെയിലിയർ വന്നാലും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് പൊട്ടിയാലും അടുത്തതിലെ പ്രതീക്ഷകളാണ് അതൊക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നോക്കി ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തുമ്പോ ഈ പറഞ്ഞ പൊട്ടിയ ആളുകൾ എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ എത്തുമ്പോ അവര് വിജയിക്കാനാണ്. മറ്റവര് ഉള്ളത് വെച്ച് നിധി കാക്കുന്ന ഭൂതത്തിനെ പോലെ ഇങ്ങനെ ഇരിക്കും അവസാനം വരെ. അതിന് ഒരു പെർസെന്റേജ് പോലും
ഗ്രോത്ത് ഉണ്ടാവില്ല. ഇതെല്ലാം ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ മനസ്സാണ്, നമ്മുടെ ചിന്തകളാണ്, ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയും. നമുക്ക് തന്നെ ഇട്ടിരിക്കുന്ന ലിമിറ്റുകളാണ് ഇതൊക്കെ. നമുക്ക് എത്ര അച്ചീവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ നമ്മൾ തീരുമാനിച്ചു വെച്ചേക്ക. എനിക്ക് ഇത്രേ ചാടാൻ പറ്റുള്ളൂ, ഇത്ര ഹൈറ്റിലേ ചാടാൻ പറ്റും, ഒക്കെ പറഞ്ഞതാ. നമ്മള് നേരത്തെ പല കാരണങ്ങളുണ്ട് കേട്ടോ അതിന്. അതൊക്കെ പറഞ്ഞത് ശരിക്കും പറഞ്ഞ സെഷൻ തീരുമില്ല. കാരണം നമ്മുടെ കുഞ്ഞു പ്രായത്തിൽ നമുക്ക് മാതാപിതാക്കൾ പറഞ്ഞു തന്നേക്കുന്നതും സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് കേട്ടേക്കുന്നതൊക്കെ എനിക്ക് ഇത്രേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ പറയില്ല, ഭയങ്കര കഷ്ടപ്പെട്ടാൽ മാത്രമേ പൈസ കിട്ടുള്ളൂ എന്നുള്ള ഒരു ചിന്ത ഉള്ള ആൾക്കാർ എന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം, എന്നാലേ അവർക്ക് പൈസ കിട്ടുള്ളൂ. കാരണം അവരുടെ തോട്ടാണ്. പണം എന്ന് പറയുന്നത് വളരെ അനായാസമായിട്ട് നമ്മളിലേക്ക് വരുന്ന ഒരു കാര്യമാണെന്നും നമുക്ക് ഈസി ആയിട്ട് ആകർഷിച്ചെടുക്കാൻ പറ്റുന്നതാണെന്നും ഒക്കെ അങ്ങനെ ഒരു ചിന്തയാണ് നമുക്കെങ്കിൽ പണം ഈസി ആയിട്ട് വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? പണം അപ്പൊ വളരെ ഈസി ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അതാണ് അത്. ഇതെല്ലാം തീരുമാനിക്കുന്നത് ഞാൻ ഈ പറഞ്ഞില്ല, നമുക്ക് തന്നിരിക്കുന്ന ഒരു സാധനം നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ലൈഫ് എങ്ങോട്ട് പോകണം, ഏത് ഡയറക്ഷനിലേക്ക് പോകണം എന്നുള്ളത് വരുന്നത് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളാണ്. ആ ചിന്തകൾ നമ്മൾ മാറ്റുമ്പോ നോർമലി നമ്മുടെ കാര്യങ്ങളെല്ലാം മാറും. മെയിൻ ഗോള് സ്റ്റിക്ക് ചെയ്ത് എഴുതാന്ന് വെച്ചാൽ ആദ്യം മെയിൻ ഗോള് തന്നെ എഴുതുക. എന്നിട്ട് അതിന്റെ താഴെ നിങ്ങൾ ഇന്ന മാസം ഇന്നത് എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക. പ്ലാൻ ആയിട്ട് ചെയ്യാം. ആദ്യം ഒരു മെയിൻ ഗോള് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെ ഇന്ന മാസം ഇത്ര. അത് നമ്മൾ മൈൽ സ്റ്റോൺസാ പറയാട്ടാ. മെയിൻ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗോള് ആ മെയിൻ ഗോള് തന്നെയാണ്. പിന്നുള്ളത് ഓരോ മാസത്തും വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുവാണ്. നമുക്ക് എന്ത് ചെയ്യണം, എവിടെയെങ്കിലും എത്തിയോ നമ്മളൊന്ന് ഇടക്കിടക്ക് നോക്കണ്ടേ, അതിന് വേണ്ടിട്ടാ ഈ ഏർലി മോർണിംഗ് ചെയ്യാൻ പറ്റുന്നത്. കൂടുതൽ ഗോൾ എഴുതണം. അപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ കൂടുതൽ ഗോൾ എഴുതരുത് കേട്ടാ. എപ്പോഴും ഒരു ലക്ഷ്യം ഒരു സമയം ഉണ്ടാവുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത്. അപ്പൊ നമുക്ക് നമ്മുടെ ഫുൾ എനർജിയും ഫോക്കസും അതിലേക്ക് തന്നെ കൊടുക്കാം. ഒരുപാട് ഗോളുകൾ എഴുതിയാൽ ചിലപ്പോൾ ഡീവിയേറ്റ് ചെയ്തു പോകും, അവിടെയും ഇവിടെയും അങ്ങനെ. അത് വേണ്ട. അതിന് പകരം ഒരു ഗോള്, ഇന്ന സമയത്ത് ഇന്ന ഗോൾ. കൂടുതൽ ഗോളുകൾ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഇന്ന് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് ഇന്ന ഗോളിനായിരിക്കണം. അത് ഞാൻ പറയാം. ഇപ്പൊ ഈ ഒരു മാസം അല്ലെങ്കിൽ ഇപ്പൊ ഒരു ചെറിയ ഒരു ഗോളാണെങ്കിൽ ഈ മാസം ഇന്നത്, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ എപ്പോഴും നല്ലത് ഒരു മെയിൻ ഗോൾ ഉണ്ടായിരിക്കുക. ആ മെയിൻ ഗോളിന് ഇപ്പൊ ഫോക്കസ് എടുക്കുക. അപ്പൊ നമ്മുടെ എനർജിയും തോട്ടും വർക്കും എല്ലാം അതിലേക്ക് പോകും. ഈ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നതിനേക്കാളും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പോഴായിരിക്കും അച്ചീവ് ചെയ്യാൻ എളുപ്പം. ഇത് ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മുടെ ഫോക്കസ് പോകുമ്പോഴേ എനർജി ഫുൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുമ്പോൾ അത്ര ഒരു സുഖമായിരിക്കില്ല. ചിലപ്പോ ഒരു ഗോള് നേടുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ നല്ല ജോബ് എന്ന് പറഞ്ഞ ഒരു ഗോള് നമ്മൾ നേടുമ്പോൾ തന്നെ നമ്മുടെ പൈസയുടെ പ്രശ്നം തീരും, കടം തീരും, പല കാര്യങ്ങളും വാങ്ങാനുള്ള നമ്മുടെ ആഗ്രഹം തീരും, അല്ലെ? അപ്പൊ നമ്മള് അങ്ങനെ പറ്റണ ഒരു ഗോള് സെറ്റ് ചെയ്യുക, അതിനു വേണ്ടി വർക്ക് ചെയ്യുക. അപ്പൊ ആ ഒരെണ്ണത്തിന്റെ കൂടെ തന്നെ എന്താണ് മഴ നനയുമ്പോ ചീരയും നനയും എന്ന് പറയുന്ന മാതിരി ആ ഒറ്റ ഗോള് സെറ്റ് ചെയ്ത് വാങ്ങുമ്പോ മറ്റതും കൂടെ അതിന്റെ ഒപ്പം നടക്കുന്നേ. നമുക്കൊരു ബിഹേവിയർ ചേഞ്ച് ചെയ്യണം. അങ്ങനെ പിന്നെ നമുക്കൊരു ബിഹേവിയർ ചേഞ്ചും ഇതേപോലെ മാനിഫെസ്റ്റ് ചെയ്ത് നേടാൻ പറ്റുമോ? ബിഹേവിയർ ചേഞ്ച് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ബിഹേവിയർ ചേഞ്ച് മാനിഫെസ്റ്റ് ചെയ്യാം. അച്ചീവ് ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചാൽ അതിന് ഒന്ന് ഇപ്പൊ നമ്മുടെ സ്വന്തം ബിഹേവിയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറെയൊക്കെ പറ്റും, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. വേറൊരാളുടെ ആവുമ്പോൾ അയാളും കൂടെ തീരുമാനിക്കണം. ഇപ്പൊ എന്റെ ഒരു ബിഹേവിയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ബിഹേവിയർ മാറ്റി നമ്മുടേതാണെങ്കിൽ സ്വന്തമാണെന്നുണ്ടെങ്കിൽ കുറെ നടക്കും. പിന്നെ ഉള്ളിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ EFT പോലുള്ള ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ആ ബ്ലോക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. അതായത് ഉള്ളിൽ കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കണക്ട് ചെയ്തിട്ടാണ് ആ ബിഹേവിയർ വരുന്നതെങ്കിൽ ആ കാര്യങ്ങൾ കളഞ്ഞിട്ട് വേണം ബിഹേവിയർ ചെയ്യാൻ. പിന്നെ നമ്മുടെ ആ ബിഹേവിയർ ചേഞ്ച് ആവുന്നുണ്ട് എന്നുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്യും, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയും ചെയ്താൽ നോർമലി അതിൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ലെങ്കിൽ അത് മാറ്റാൻ വേണ്ട വഴികൾ നിങ്ങളുടെ മുന്നിലേക്ക് തെളിയും. Thank you so much. ഓക്കെ, അപ്പോ വൈൻഡപ്പ് ചെയ്യാലോ? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറൊരാളുടെ ഒരു മെസ്സേജും കൂടെ എനിക്ക് തോന്നുന്നു. ഏർലി മോർണിംഗിന്റെ കാര്യം ചോദിച്ചായിരുന്നു. ഏർലി മോർണിംഗിലും ഗ്രാറ്റിറ്റ്യൂഡ് എഴുന്നേൽക്കുമ്പോൾ തന്നെ മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, വിഷ്വലൈസേഷൻ, ഈ 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ചെയ്യുന്ന ആളുകളായിരിക്കും ഇവിടെ കൂടുതലും. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ചെയ്യുക.
പിന്നെ സ്ട്രേഞ്ചർ സീക്രട്ട് അത് കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി എഴുതണം. വേറെ ആളുടേതാണെങ്കിൽ ബിഹേവിയർ വേറൊരാളുടെ നമ്മുടെ ഹസ്ബൻഡിനെ കൊണ്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് വളരെ ലവിങ് ആണെന്നുള്ള രീതിയിലൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ട്. ആ രീതിയിൽ നമ്മൾ പ്രിറ്റൻഡ് ചെയ്യും, ലൈക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വന്നാൽ മാറ്റം. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു പവർ അതാണ്. അപ്പൊ അത് എഴുതി നോക്കാം. എനിക്ക് തോന്നി അപ്പൊ ഗോൾ സെറ്റിംഗ് പറഞ്ഞ സാധനം ഗ്രാറ്റിറ്റ്യൂഡിൽ തന്നെ എത്തി. കാരണം ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ കാരണം അത് തന്നെയാണ്. ഭയങ്കര ഒരു മിറാക്കിളാണത്. ഭയങ്കര വലിയൊരു മിറാക്കിളാണത്. നിങ്ങളെ ലൈഫിലേക്ക് ചെയ്ത് നോക്കുമ്പോഴറിയാം അതിന്റെ ഒരു എന്റെ ലൈഫിലെ തന്നെ അതിന്റെ ഒരു ആ ചേഞ്ച് കൊണ്ടുണ്ടായ എന്റെ ലൈഫിൽ എന്ത് ചേഞ്ചും എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുണ്ടായതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ എല്ലാവരോടും പറയുന്നത്. എന്താണ് പറയാനുള്ളത്? ഈ ഫോർഗീവ്നെസ് നമ്മൾ പേഴ്സണൽ ആയിട്ട് ചെയ്യുമ്പോഴേ, ഇപ്പൊ നമ്മളെ ഗ്രൂപ്പിലല്ലാണ്ട് നമ്മള് വ്യക്തിപരമായിട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് വരും. അത് മാറാൻ എന്താ ചെയ്യും? ഫോർഗീവ്നെസ് ഹോപ്പനൊപ്പനോ വെച്ചിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, ഐ താങ്ക് യു എന്ന് പറയുന്ന 4 വേർഡ്സ് ആണ്. അത് ഭയങ്കര എനർജിയാണ് ഇതായിട്ട്. അപ്പൊ ശരിക്കും ഫോർഗീവ്നെസ് നമുക്ക് ഒരാളോട് ഫോർഗീവ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അയാളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യണം. അപ്പൊ ഹോപ്പനൊപ്പനോ ആണ് എന്റെ പേഴ്സണലി എനിക്ക് തോന്നിയിരിക്കുന്നത്. ആ ഒരു ഇൻസിഡന്റില് ഹോപ്പനൊപ്പനോ ഈ 4 ചാൻറ്റിങ് ആണ് കേട്ടോ. ഈ 4 വേർഡ്സ് ആണ്. ഈ 4 വേർഡ്സ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എനർജി ഡിസ്കണക്റ്റഡ് ആവും. പിന്നെ ഒരു കാര്യമുണ്ട്, ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അത് നല്ലൊരു ചോയ്സ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് ഫോർഗീവ്നെസ് ഒക്കെ ഇങ്ങനെ ഗ്രൂപ്പിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് എത്ര എഫക്റ്റീവ് ആവണമെന്ന് എനിക്കറിയില്ല. അത് നമ്മൾ പേഴ്സണൽ കാരണം നമുക്ക് ഒരുപാട് ചിലപ്പോൾ അത് കണക്റ്റഡ് ആയിട്ടുള്ള എനർജി ഉണ്ടാവും. അത് നിങ്ങൾ ആദ്യം റിലീസ് ചെയ്യണം. എന്ത് ഇൻസിഡന്റ് ആണെങ്കിലും നമുക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തമ്മിലുള്ള അത് കണക്ട് ചെയ്തുള്ള എനർജീനെ റിലീസ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അതിന് നിങ്ങളെ EFT NLP പോലുള്ള ടെക്നിക്കുകൾ സഹായിക്കും. ആ എനർജി ഇല്ലാതാക്കുക. പിന്നെ അതുപോലെ ഈ ഹോപ്പനൊപ്പനോ എന്ന് പറയുന്ന ടെക്നിക്കും ഭയങ്കര നല്ലതാണ്. അതും കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല എഫക്റ്റീവ് ആണ്. അതെ, നമ്മള് വ്യക്തികൾക്ക് ഫോർഗീവ്നെസ് ചെയ്യുന്ന സമയത്ത് ചില വ്യക്തികളുള്ള ഇൻസിഡന്റ് അന്നേരത്തെ ആ ഓർമ്മകളൊക്കെ വന്നിട്ട് അവിടെ ബ്ലോക്ക് ആയി വരും. അത് പൊന്തി അത് ഫോർഗീവ്നെസ് ചെയ്യുന്നതെല്ലാം ചെയ്യും പൊങ്ങി വരുമ്പോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ആ ഇൻസിഡന്റ് കണക്റ്റഡ് ആയിട്ടുള്ള എനർജി നമുക്ക് പോണം. അത് ആ എനർജി പോണെങ്കിൽ ഒന്ന് EFT ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ NLP. ഇത് രണ്ട് മൊഡാലിറ്റീസ് ആണ് കേട്ടോ. 2 മൊഡാലിറ്റീസ് ആണ്. അത് രണ്ടും ചെയ്താൽ പോകും. അതിന്റെ ഒപ്പം ആ ഒരു ഇൻസിഡന്റിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഹോപ്പനൊപ്പന ഉണ്ടല്ലോ, ഐ ലവ് യു, ഐ സോറി, പ്ലീസ് ഫോർഗീവ്. കാരണം നമ്മൾ ഒരാളെ വേദനിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ആ ആള് നമ്മളെ എന്ത് ചെയ്യുമ്പോഴും നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞുണ്ട്, നമ്മുടെ ഇന്നസെന്റ് ആയിട്ടുള്ള, നമ്മളെപ്പോഴും ആലോചിച്ചാൽ നമ്മളെപ്പോഴും വലിയ പ്രായമുക്തിയായിട്ടാണോ നമ്മൾ കാണുക? അല്ല, നമ്മളിപ്പോഴും 5 വയസ്സുകാരിയാണ് അല്ലെ? ആ ഒരാള് ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട് അല്ലെ? നമ്മൾ എത്ര പ്രായം തന്നെ മറ്റുള്ളവർ പറയുമ്പോഴും നമ്മുടെ പ്രായമാണ്. നമ്മളിപ്പോഴും ആ കുഞ്ഞ് തന്നെയാണ്, ഉള്ളിലുള്ള ആ കുഞ്ഞ് തന്നെയാണ്. ആ കുഞ്ഞിനെ നമ്മൾ വേദനിപ്പിക്കുക. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള മനസ്സിനെ അല്ലേ നമ്മളൊരു ഇൻസിഡന്റ് വരുമ്പോ വേദനിപ്പിക്കുന്നത്. അപ്പൊ നമ്മളോടും ഇപ്പൊ പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളെ ഒരാള് ഹേർട്ട് ചെയ്യാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ഹേർട്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ ആ അനുവദിച്ചു കൊടുക്കുന്നതിന് നമ്മളോട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഫോർഗീവ് ചെയ്യുക. ഐ എം സോറി, പ്ലീസ്. അതായത് എനിക്ക് ആ ഒരു വേർഡ്സ് ഭയങ്കര പവർഫുൾ ആട്ടോ. എന്നോട് ക്ഷമിക്കൂ, അല്ലെങ്കിൽ ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു. അത് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്. ഇങ്ങനെയൊക്കെ വേദനിച്ചു നീ എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്. എന്നെ തന്നെ സ്നേഹിക്കുകയാണ്. ഐ താങ്ക് യു. അത് ഭയങ്കര ഉൾക്കൊള്ളുക നമ്മളെ തന്നെ. അപ്പൊ ആ ഒരു ഇൻസിഡന്റ് ആലോചിക്കുക. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞോളൂ. ആദ്യം കരയും, നമ്മൾ കുറെ കരയും, പറഞ്ഞ് അത് റിലേറ്റഡ് ആയിട്ടുള്ള എനർജീനെ ഒഴിവാക്കുക. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ള ചെയ്യാവുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ചും കൂടി മൊഡാലിറ്റീസ് ഉണ്ട്. NLP EFT ഒക്കെ പോലെ. അത് ഒരു ക്ലാസ് കൊണ്ട് തീരില്ല എന്നുള്ളത് ഇവിടെ പലർക്കും അറിയാം. അപ്പൊ അത് ചെയ്ത ആ എനർജി കളയണം. ആ എനർജി കളയാതെ ഫോർഗീവ്നെസ് വെറുതെ ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞാലൊന്നും ക്ഷമിക്കൊന്നുമില്ല.
അതൊക്കെ തോന്നുന്നതാ. അങ്ങനെ പല മെഡിറ്റേഷനും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ വെറുതെ എന്ന് പറഞ്ഞാൽ ഇഫക്റ്റ് ഇല്ല എന്നല്ല, അത്ര വലിയ കണക്ട് ചെയ്തിട്ടുള്ള മെമ്മറിയാണ് ഈ പോവാൻ പ്രയാസം. അത് നമ്മൾ ഇത് ഒന്നല്ലെങ്കിൽ ഹോപ്പനൊപ്പനോ അല്ലെങ്കിൽ ഈ 2 മൊഡാലിറ്റിയിൽ ഏതെങ്കിലും പ്രാക്ടീസ് ചെയ്ത് തന്നെ ഒഴിവാക്കണം. കോൺഫിഡൻസ് കൂട്ടാൻ എന്ത് ചെയ്യാം? കോൺഫിഡൻസ് കൂട്ടാൻ ആദ്യത്തെ പരിപാടി നമ്മളെ തന്നെ അങ്ങ് സ്നേഹിക്കുക എന്നുള്ളതാണ്. സെൽഫ് ലവ് ആണ് ആദ്യം വേണ്ടത്. നമ്മളെ സ്നേഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കോൺഫിഡൻസ് കൂടും. ഇപ്പൊ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഞാൻ എത്ര പോരാന്നുള്ള ചിന്ത മനസ്സിലുള്ളതുകൊണ്ടല്ലേ. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞ അവൻ എന്ത് വിചാരിക്കും എന്നുള്ളത് ഞാൻ കാണുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഞാൻ അത്ര പോരാ, അല്ലെങ്കിൽ ഞാൻ അത്ര ശരിയായിട്ടുള്ള ആളല്ല, എനിക്ക് ഇന്ന കുറവുണ്ട്, ആ കുറവുണ്ട്, ഈ കുറവുണ്ട് എന്നൊക്കെ ഓർത്തിട്ടല്ലേ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത. അപ്പൊ അതിന് പകരം ഞാൻ എന്നെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങി, സെൽഫ് ലവ് ചെയ്താൽ മതി. ഞാൻ എന്നെ അങ്ങ് ഇത് ഞാനാണ്, എനിക്ക് ഇച്ചിരി കുറ്റവും കുറവും കാര്യങ്ങളൊക്കെ, എനിക്ക് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഇത് ഞാൻ തന്നെ, ഈ ആളെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, വേറെ ഒരു മനുഷ്യനെ എന്നെ സ്നേഹിക്കണ്ട, ഞാൻ തന്നെ എന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ നമ്മളങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ തന്നെ എല്ലാ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വന്നോളും.